വിശേഷ അധികാരങ്ങൾ തരുന്ന ഒപ്രഷനുകൾ അതങ്ങനെ തന്നെ നിലനിന്നോട്ടെ, ബാക്കി എല്ലാ ഒപ്രഷനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോരാളിയേ അല്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റോ അല്ല. അപ്പൊ 1/2 ടീസ്പൂൺ ദളിത്, 1 ടീസ്പൂൺ സ്ത്രീ, 1/4 ടീസ്പൂൺ ക്യൂർ, ഇതെല്ലാം കൂടെ ചേർത്താണ്. ബാക്കി കറി അങ്ങനെ തന്നെ ഇരിക്കും. അതിന്റെ മുകളിലുള്ള സ്പാറ്ററിങ് ആണ് ഇത് മുഴുവൻ. ഇങ്ങനെയാണ് പലപ്പോഴും പല വേദികളും ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇഫ് യു ആർ പ്രൊവോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പറയാം. ആളുകൾ പിന്നെ ഇങ്ങനെ പറയുന്നത് മരം കയറുന്നതോ ഡീപ് സീ ഫിഷിങ്ങിന് പോകുന്ന ഒന്നും പാരാമീറ്റേഴ്സ് അല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് സ്ത്രീയെയും ബാക്കിയുള്ള ജെൻഡേഴ്സിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലുള്ള പൊട്ട ക്വസ്റ്റ്യനുകൾ വരുന്നത്. തുടക്കത്തിൽ തന്നെ ബെൽ ഹുക്സിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഓപ്പറേഷനെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. മർദ്ദിതാവസ്ഥ അല്ല ഓപ്പറേഷൻ. ഓപ്പറേഷനെ കുറിച്ച് ബെൽ ഹുക്സ് എന്ന് പറഞ്ഞാൽ ബെൽ ഹുക്സിന്റെ ഒരു പൊസിഷനാലിറ്റിയും ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാലിറ്റിയാണ്. അവര് കർത്തവർഗക്കാരിയായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് സ്ത്രീയാണ്. ഇന്റർസെക്ഷനാലിറ്റിയെ കുറിച്ചൊക്കെ ഏറ്റവും അധികം തിയറൈസ് ചെയ്യുന്ന ബെൽ ഹുക്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് അവരുടെ ബുക്കുകൾ അവർ എഴുതിയിട്ടുള്ളത്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ബുക്ക് ഓൾ അബൌട്ട് ലവ്, ന്യൂ വിഷൻ ഇൻ പൊളിറ്റിക്സ് എന്നുള്ള വർക്കാണ്. നമുക്ക് ആർക്കു വേണമെങ്കിലും വായിക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. എങ്ങനെയാണ് നമ്മൾ സ്നേഹത്തെ നിർവചിക്കേണ്ടത് എന്നുള്ള, കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു വർക്കാണ്. പക്ഷെ ഈ വർക്കിൽ നിന്നില്ല, അവരുടെ വളരെ ഏർലി ഒരു ഫെമിനിസം ഈസ് ഫോർ എവറിബഡി എന്ന് പറയുന്നുള്ള വർക്കിൽ തന്നെ അവർ പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഒപ്രഷനെതിരെയുള്ള റെസിസ്റ്റൻസ്, അതായത് മർദ്ദിതാവസ്ഥയ്ക്കെതിരെ നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സുകളിൽ പലപ്പോൾ ഇഫ് യു ആർ എ കമ്മ്യൂണിസ്റ്റ്, ഇഫ് യു ആർ എ മാർക്സിസ്റ്റ്, നമ്മുടെ മനസ്സിൽ നമ്മളെ തന്നെ ഒരു പോരാളിയായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരുന്നു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ സമയത്തുള്ള കറുത്തവർഗക്കാര് അന്ന് നിലനിന്നിരുന്ന വൈറ്റ് ഹെജമോണിക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലും അവർ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് നടക്കും, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നടക്കുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെ തന്നെ കണ്ടിരുന്നത് പോരാളികളായിട്ടാണ്. അപ്പൊ എന്തിനെതിരെയാണ് പോരാടുന്നത്? മർദ്ദിതാവസ്ഥക്കെതിരെയാണ് പോരാടുന്നത്, അല്ലെങ്കിൽ ഒപ്രഷനെതിരെയാണ് പോരാടുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒപ്രഷനെ ഭയങ്കര റിഡക്ഷനിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഒറ്റ ഫ്രെയിമിലുള്ള ഒപ്രഷനെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ സമയത്ത് നമുക്ക് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം എന്നുള്ള ഓപ്പറേഷൻ നമുക്ക് മനസ്സിലാകും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റം നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള പലവരും വീട്ടിൽ വന്നിട്ട് കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. അല്ലെങ്കിൽ അവർ പോളിസി മേക്കേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്ക് അവർ ഭയങ്കര കാസ്റ്റ് ഒന്നും ഈ ലോകത്ത് നിലനിൽക്കാത്ത മട്ടില് അവർ പോളിസി ഉണ്ടാക്കി കളയും. ഇതേപോലെ തന്നെയാണ് പലപ്പോഴും വലിയ ഫൈറ്റേഴ്സ് ആയിരിക്കും, അവർക്ക് ക്ലാസ് മനസ്സിലാകും, ഇമ്പീരിയലിസം മനസ്സിലാവും, ക്യാപിറ്റലിസം വളരെ നന്നായിട്ട് മനസ്സിലാകും, പേട്രിയാർക്കി മനസ്സിലാകില്ല. ഘോരഘോരമായിട്ട് പ്രസംഗിക്കും, പല സ്ഥലങ്ങളിലും പോയി നമ്മൾ എന്താണ് അധീശത്വ ശക്തികളെ എതിരെ പോരാടണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എടി ചായ എടുക്കടി എന്ന് പറയും. കോമൺ ഫിനോമിനലാണ്. പക്ഷെ ഒപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് റിഡക്ഷനിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒപ്രഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റർസെക്ഷനൽ ആണ്. ഒരു രീതിയിൽ ഉള്ള ഓപ്പറേഷനെ നമ്മൾ മനസ്സിലാക്കുകയും ബാക്കി എല്ലാ ഓപ്പറേഷനുകളെയും കണ്ടില്ല എന്ന് നടിക്കുക. അതായത് നമുക്ക് പ്രിവിലേജ് തരുന്ന, നമുക്ക് ചില വിശേഷ അധികാരങ്ങൾ തരുന്ന ഓപ്പറേഷനുകൾ അതങ്ങനെ തന്നെ നിലനിന്നോട്ടെ, ബാക്കി എല്ലാ ഓപ്പറേഷനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോരാളിയേ അല്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റോ അല്ല. കാരണം മാർക്സിസം എന്നുള്ള ഒരു സിദ്ധാന്തം ഓപ്പറേഷനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സിദ്ധാന്തമാണ്. It will fight against all kinds of oppression. അത് ഏറ്റവും നന്നായിട്ട് പറഞ്ഞിരിക്കുന്ന ഏഞ്ചല ഡേവിസ് ആണ്. ഷി ഐഡന്റിഫൈസ് ആസ് എ മാർക്സിസ്റ്റ്. ഏഞ്ചല ഡേവിസ് വാദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ചില കൈൻഡ്സ് ഓഫ് ഒപ്രഷൻ മനസ്സിലാകുകയും ചില കൈൻഡ്സ് ഓഫ് ഒപ്രഷൻ മനസ്സിലാകാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്വജനപക്ഷവാദിയാണ്. കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറയും, ഞാനൊരു വുമണായിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ജനിച്ചു, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനൊരു സ്വജനപക്ഷവാദിയാണ്. ഇല്ല, ഞാൻ പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും എല്ലാം വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴേ ഞാനൊരു ഒപ്രഷനെതിരെയുള്ള പോരാളിയായി മാറത്തുള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡർ ആയി മാറത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു
രീതിയിൽ പറഞ്ഞാൽ ഞാനൊരു മാർക്സിസ്റ്റ് ആയി മാറത്തുള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു ഹ്യൂമനിസ്റ്റ് ആയിട്ടോ ഫെമിനിസ്റ്റ് ആയിട്ടോ മാറത്തുള്ളൂ. ജെൻഡർ എന്നുള്ളത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് വാദിക്കാത്തവർ ഇവിടെ ഉണ്ടോ? ജെൻഡർ ഇസ് ഹോൾലി ഡിറ്റർമിൻഡ് ബൈ ബയോളജി. അതായത് നമ്മുടെ ശരീരങ്ങളാണ് ജെൻഡർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ജൈവശാസ്ത്രപരമായിട്ട് മാത്രമാണ് നമ്മൾ ജെൻഡറിനെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കും, ഐ എം എ ടീച്ചർ, ദിസ് ഇസ് വാട്ട് ഐ ഡു. അറിയാതെ മട്ടിരുന്നാൽ ഞാൻ കൈയൊക്കെ ചൂണ്ടി ഡ്രസ്സിന്റെ കളറൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ്. സെക്സും ജെൻഡറും നേരത്തെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത് സെക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ എഗെയിൻ കൺസ്ട്രക്റ്റ് ആണ്. നമ്മുടെ ആരുടെയും ശരീരം മറ്റൊരാളുടെ ശരീരം പോലെയല്ല. ദർ ഇസ് നോ യൂണിവേഴ്സൽ പുരുഷ ശരീരം. ഈ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരുടെയും ശരീരം ഒരുപോലെയല്ല, ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും ശരീരം ഒരുപോലെയല്ല. ഈ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് മതം അതിന് യൂസ് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി സയൻസിന്റെ മെന്റലിസം ഒക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ കൊളോണിയൽ സയൻസ് നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഈ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ട്രാൻസ് ശരീരങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുന്നത്. നമ്മുടെ എല്ലാ ശരീരങ്ങളിലും ഭിന്നതയുണ്ട്. നമ്മുടെ എല്ലാ അതുകൊണ്ട് തന്നെയാണ് അതിനെ ബയോളജിക്കൽ കൺസ്ട്രക്ട് എന്ന് വിളിക്കുന്നത്. സെക്സ് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ കൺസ്ട്രക്റ്റും ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റും ആണ്. ജൂഡിത്ത് ബട്ട്ലർ പോലുള്ള സ്കോളേഴ്സ് ഇതിനും അപ്പുറം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സെക്സ് ജെൻഡർ ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഫ്ലൂയിഡിറ്റിയാണ് നമ്മൾ കാണുന്നത്. ഇന്ന ആള് ഇന്ന നിമിഷത്തിൽ ഇന്ന സെക്സിൽ ഇന്ന ജെൻഡറിൽ ബിലോങ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ. നിങ്ങൾ എവിടെ ഇരിക്കുമ്പോ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പുരുഷനായിട്ടാണോ സ്ത്രീ ആയിട്ടാണോ ട്രാൻസ്ജെൻഡർ ആയിട്ടാണോ? അതിന് പ്രൂഫ് എന്താ? അറിയില്ല. അതാണ് ആൻസർ. നമുക്ക് അറിയില്ല. എന്റെ ചിന്തകളെല്ലാം പുരുഷ ചിന്തകളോ എന്റെ എല്ലാ ചിന്തകളും സ്ത്രീ ചിന്തകളോ ആയിരിക്കോ? ഞാൻ രാവിലെ എണീറ്റ് പല്ലേക്കുന്നത് സ്ത്രീ ആയിട്ടാണോ പുരുഷനായിട്ടാണോ? നിങ്ങളുടെ ബ്രഷിന്റെ കളറൊക്കെ ചിലപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യും. ബട്ട് അഗൈൻ ദാറ്റ് ഈസ് സോഷ്യോളജിക്കലി കൺസ്ട്രക്റ്റഡ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ സ്ത്രീത്വവും പുരുഷത്വവും ഡിറ്റർമിൻ ചെയ്യാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ വിചാരമാണ് 100% പുരുഷനായിട്ട് ഞാനങ്ങ് ജീവിക്കുകയാണ്, 100% സ്ത്രീയായിട്ട് ഞാൻ. 100% സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്. ഇപ്പം അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. പലപ്പോഴും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവരുടെ പേരെടുക്കാൻ എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല. they don't even deserve to be named. അവർ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സ്ത്രീയെ ഡിഫൈൻ ചെയ്യാമോ? അപ്പൊ ഞാനിത് ആദ്യം ഞാൻ ഈ കുടുക്കിൽ പെട്ടുപോയി. ഞാൻ ആലോചിക്കാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഗർഭപാത്രമുള്ള ആളെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റും? ഗർഭപാത്രം ഇല്ലാത്ത എത്രയോ സ്ത്രീകളുണ്ട്. ഗർഭപാത്രം റിമൂവ് ചെയ്ത് കളയുന്ന സ്ത്രീകളുണ്ടല്ലേ, അവരത് കഴിയുമ്പോ സ്ത്രീ അല്ലേ? ബ്രസ്റ്റ് ഉള്ള ആൾക്കാരെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ? മാൻ ബൂബ്സ് ഉള്ള എത്രയോ ആണുങ്ങളുണ്ടല്ലേ? അല്ലാതെ മെനിസ്ട്രേറ്റ് ചെയ്യുന്നവരെ മാത്രം സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റൂ? ഗർഭം ധരിക്കുന്നവരെ മാത്രം സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റൂ? അപ്പൊ നമുക്ക് സ്ത്രീ എന്നുള്ള ഒറ്റൊരു കാര്യത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യും. ഇതുപോലെ തന്നെയാണ് പുരുഷന്റെ കാര്യത്തിൽ. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ റെഫർ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. സോ ഒരു 100% മാസ്കുലിനിറ്റി, ഒരു 100% ഫെമിനിറ്റി ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാരും തന്നെ ജെൻഡർ ഫ്ലൂയിഡിറ്റിയുടെ പല പല അവസ്ഥയിലൂടെ ദാറ്റ് ഇസ് ദ മോസ്റ്റ് നാച്ചുറൽ തിങ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥയാണിത്. പക്ഷെ നമ്മള് പൂർണ്ണമായിട്ടുള്ള മാസ്കുലിനിറ്റിയും പൂർണ്ണമായിട്ടുള്ള ഫെമിനിറ്റിയും ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചതിൽ റിലീജിയന് വലിയൊരു പങ്കുണ്ട്. പക്ഷെ കോളനൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റീസിൽ അതിൽ ഇമ്പീരിയലിസത്തിന് അതിനേക്കാളും വലിയൊരു പങ്കുണ്ട്. നീലാദ്രി ഭട്ടാചാര്യയുടെ കുറച്ച് കോംപ്ലക്സ് ആണ്, പക്ഷെ വളരെ രസകരമായിട്ടുള്ള ഒരു വർക്കാണ് ദ ഗ്രാൻഡ് അഗ്രേറിയൻ കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞത്. അദ്ദേഹം ഇതിനകത്ത് ജെൻഡറിനെ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ജെൻഡർ സങ്കല്പനങ്ങൾ ഉണ്ടായത് എന്ന്. അദ്ദേഹം അതിനകത്ത് വാദിക്കുന്ന ഒരു കാര്യമാണ്, പഞ്ചാബിനും ഇന്ത്യയുടെ ഇത് കീഴ്പ്പെടുത്തുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ നിരന്തരമായിട്ട് കളിയാക്കുകയാണ്.
പഞ്ചാബിലെ പുരുഷന്മാർ. അതിനു മുമ്പേ അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന മാസ്കുലിനിറ്റിയെക്കാളും വലിയ തോതിലുള്ള ഒരു ടോക്സിക് മാസ്കുലിനിറ്റി ഇത് കാരണം ജനിക്കപ്പെടുകയാണ്. കാരണം ബ്രിട്ടീഷുകാരെ നിരന്തരമായിട്ട് പറയുകയാണ്, നിങ്ങൾ പുരുഷനല്ല, നിങ്ങൾക്ക് വീരത്വം ഇല്ല, നിങ്ങൾ എഫെമിനേറ്റ് ആയിട്ടുള്ള പുരുഷന്മാരാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുരുഷന്മാർ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇല്ല, അവിടെ പുരുഷത്വം കാണിക്കാൻ വേണ്ടി. അപ്പൊ പുരുഷത്വം എന്നുള്ളത് ബ്രിട്ടീഷുകാർ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അധീശത്വത്തിന്റെ മറ്റൊരു വാക്കാണ് പുരുഷത്വം എന്നുള്ളത്. വയലന്റ്ലി കോൺകർ ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആരാണോ അയാൾ പുരുഷൻ എന്നുള്ള ഓൾറെഡി ഒരു ജെൻഡർ സങ്കല്പം ഇമ്പീരിയലിസത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ കൊളോണിയലിസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സങ്കല്പം തന്നെ ബോറോ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇന്ത്യൻ മാൻഹുഡ് എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി കൊളോണിയൽ ഒരു കൺസ്ട്രക്റ്റും കൂടെയാണ്. കാരണം അനവധി തവണ ഈ ഓറിയന്റലിസത്തിന്റെ ഒക്കെ നമ്മൾ റൂട്ട്സ് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, എഫെമിനേറ്റ്നെസ് ആരോപിക്കപ്പെട്ട ഒരു സമൂഹം തിരിച്ചില്ല. ഞങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് വാറിന്റെ ഹിസ്റ്ററി ഇത്ര ഇഷ്ടം. നിങ്ങൾ ഫസ്റ്റ് വേൾഡ് വാർ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് വേൾഡ് വാർ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു എന്നൊക്കെ ഒരു 10-20 വർഷം മുമ്പ് സ്കൂളിൽ പോയവർക്ക് പഴശ്ശി യുദ്ധം, മേലുത്തം വിധളവ, ഇതെല്ലാം പഠിക്കുമ്പോഴും പീരിയഡ്സ് ഓഫ് പീസ് എന്താണ് പഠിക്കാത്തത്? നമ്മൾ എത്രയോ വർഷങ്ങൾ നമ്മളിവിടെ സഹവർത്തത്തോടെ ജീവിച്ചു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെൽഫെയർ ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? ഈ ജനറലി ഒരു ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് ആൻസർ കിട്ടാറില്ല. കാരണം എന്താ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഗ്ലോറിഫൈ ചെയ്യുന്നത് വയലൻസിനെയും വാറിനെയാണ്. അപ്പൊ ആ വയലൻസിനെയും വാറിനെയും നമ്മുടെ സ്വത്വത്തിന്റെ ഭാഗമാക്കി, നമ്മുടെ സെൽഫിന്റെ ഭാഗമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ആ സെൽഫ്ഹുഡ് ജെൻഡറുമായിട്ട് എൻമെഷ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ പലപ്പോഴും ആ വയലൻസ് വെച്ച് നമ്മൾ നമ്മുടെ തന്നെ പുരുഷത്വത്തിന് അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്ത്രീത്വത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് നേറ്റീവ് സൊസൈറ്റീസ്, ഈ നമ്മൾ സോഷ്യോളജിക്കൽ കൺസ്ട്രക്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കൊളോണിയൽ കൺസ്ട്രക്റ്റും കൂടെയാണ് ജെൻഡർ. സോ ആ ബ്രിട്ടീഷുകാരെ ഡിഫൈൻ ചെയ്ത പുരുഷത്വം ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വയലൻസിൽ ബേസ് ചെയ്ത പുരുഷത്വം ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പോഴും ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ അടിമയായിട്ട് ജീവിക്കുകയാണ്. കാരണം പ്രീ കൊളോണിയൽ ഫാമിലീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് വയലൻസ് നമുക്ക് കാണാൻ സാധ്യമല്ല. മറ്റു കൈൻഡ്സ് ഓഫ് വയലൻസ് ഉണ്ട്, കാസ്റ്റ് ബേസ്ഡ് വയലൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അധിക രീതിയിലുള്ള ഒരു ജെൻഡർ വയലൻസ് നമ്മളെ സോഴ്സുകൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൊളോണിയലിസത്തിന്റെ കൈ പിടിച്ച് വന്ന ഒരു കാര്യമാണ് ജെൻഡർ ഇന്ത്യ. ഇപ്പൊ ഞാൻ തിയററ്റിക്കലായിട്ട് പറഞ്ഞാണ്, ഇതിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാം. പക്ഷെ അതിനു മുമ്പേ ഒരു ചെറിയ എക്സസൈസ് ചെയ്യാം. പരിശുദ്ധകാരോട് എവല്യൂഷന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. എവല്യൂഷനിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പരിണാമത്തിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ 2 സെക്കൻഡ് എടുത്ത് നിങ്ങളൊന്ന് പരിണാമം ഇമാജിൻ ചെയ്യാവോ, സങ്കല്പിക്കാവോ? അപ്പൊ നിങ്ങളുടെ എത്ര പേര് ആ സങ്കല്പത്തില് ഇങ്ങനെയായിരുന്നു? ഓക്കെ, കുറെ പേരുടെ സങ്കല്പത്തിൽ ഇങ്ങനെയായിരുന്നു. ഇനി കുറെ കൂടെ ഒരു വെബ് പാറ്റേണില് മറ്റേ സങ്കല്പിക്കുന്ന എത്ര പേരുണ്ട്? ഇങ്ങനെ പല പല ചിലന്തി വല പോലെ എവല്യൂഷനെ സങ്കല്പിക്കുന്ന എത്ര പേരുണ്ട്? ഈ സങ്കല്പിച്ചതിൽ ആരെങ്കിലും ഇപ്പം കുരങ്ങ് മനുഷ്യനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു, ഇങ്ങനെയല്ല എവല്യൂഷൻ നടന്നത് നമുക്കറിയാം, ഇതിനൊരു റെപ്രസെന്റേഷൻ ആണ്. ഈ സങ്കല്പിച്ചതിൽ എത്ര പേര് സ്ത്രീകൾ ഇവോൾവ് ചെയ്യുന്ന സങ്കല്പിച്ചിട്ടുണ്ട്? നിങ്ങളിപ്പോ ഇമാജിൻ ചെയ്തില്ലേ 2 സെക്കൻഡ് പരിണാമം? അല്ല, എത്ര പേര് സ്ത്രീ പരിണാമം സങ്കല്പിച്ചു? സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പടം തന്നെയല്ലേ മനസ്സിൽ വന്നത്? സ്ത്രീകൾ പോലും ചിന്തിക്കുന്ന ഇങ്ങനെ, കാരണം ഈ പടമേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ ഈ ഒരു രസത്തിന് വേണ്ടി ഞാൻ ഇത് ഗൂഗിൾ ചെയ്ത് നോക്കി. ആദ്യത്തെ പേജിലില്ല. ഹ്യൂമൻ എവല്യൂഷൻ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോ എല്ലാ പടങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. ഒന്നിൽ അസ്ഥികൂടത്തിന്റെ പടം വരും, അല്ലെങ്കിൽ പുരുഷ പരിണാമത്തിന്റെ പടം വരും. പിന്നെയും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും ഈ പടങ്ങൾ തന്നെയാണ് വരുന്നത്.
പീട്രിയാർക്കിയുടെ കഷ്ടകാലത്തിന് ആദ്യത്തെ ഓസ്ട്രലോപിത്തക്കസ് സ്കെലിറ്റൻ കണ്ടുപിടിച്ചത് ഒരു സ്ത്രീ ആൾക്കുറകിന്റെ ആയിപ്പോയി. അതുകൊണ്ട് ലൂസി പലപ്പോഴും റെപ്രസെന്റഡ് ആകുന്നു, അല്ലെങ്കിൽ ലൂസി പോലെ റെപ്രസെന്റഡ് ആവില്ലായിരുന്നു. ഇങ്ങനെ ഒരു 6ാമത്തെ പേജിൽ എത്തിയപ്പോഴാണ് സ്ത്രീ പരിണാമം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് സ്ത്രീകൾ പരിണമിച്ചിട്ടില്ലേ, കുറങ്ങാട്ടിരിക്കുകയാണോ എപ്പോഴും? Then why is this not shown to us? എന്തുകൊണ്ടാണ് ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ, നിങ്ങൾക്ക് വളരെ ഓണസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം, എന്തുകൊണ്ടായിരിക്കാം സ്ത്രീ പരിണാമം സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണിക്കാത്തത്? ഒന്ന്, ന്യൂഡിറ്റി എന്നുള്ളൊരു വിഷയം, ബൂബ്സ് പ്രൊവോക്കേറ്റീവ് ആണ്. 2, വെരി ഗുഡ് ആൻസർ, ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് പുരുഷന്മാരായിരിക്കാം, അതുകൊണ്ട് തന്നെ പുരുഷ പരിണാമം മാത്രമായിരിക്കാം റെപ്രസെന്റ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് എഴുതിയ സ്ത്രീകൾ പോലും മറ്റേതുപോലെയാണ്. കാരണം നിങ്ങൾ ആരും ഇമാജിൻ ചെയ്തില്ലല്ലോ. ഇന്ന് വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ ആരെങ്കിലും ഇത് ഇമാജിൻ ചെയ്തായിരുന്നോ? ഇതാണ് പ്രശ്നം, മെയിൽ ഗേസിന്റെ പ്രശ്നമാണ്. പലപ്പോഴും നമ്മള് മെയിൽ ഗേസിനെ നമുക്ക് കൃത്യതയോടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല, പുരുഷ കാഴ്ച എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ പുരുഷ കാഴ്ച പുരുഷന്മാരുടെ കാഴ്ചയല്ല. പുരുഷന്മാർ ഒരു കാര്യത്തിനെ നോക്കിക്കാണുന്നതിനെ അല്ല മെയിൽ ഗേസ് എന്ന് വിളിക്കുന്നത്. സ്ത്രീകളിലും ഈ മെയിൽ ഗേസ് ഉണ്ട്, ട്രാൻസ്ജെൻഡർ വ്യക്തികളിലും ഈ മെയിൽ ഗേസ് ഉണ്ട്. പേട്രിയാർക്കി നമ്മുടെ തലയിൽ ഇട്ടിരിക്കുന്ന കാഴ്ചേനെയാണ് പുരുഷ കാഴ്ച അല്ലെങ്കിൽ മെയിൽ ഗേസ് എന്ന് പറയുന്നത്. ഈ മെയിൽ ഗേസിലൂടെയാണ് സ്ത്രീകൾ ലോകത്തിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷൻ ഒരു സ്ത്രീയെ റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സ്ത്രീയും മറ്റൊരു സ്ത്രീയെ റേറ്റ് ചെയ്യുന്നത്. പുരുഷന്റെ അളവുകോല് വെച്ചിട്ടാണ് സ്ത്രീകളും ഈ ലോകത്തെ കാണുന്നതും. കാരണം നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ സോഷ്യലൈസേഷൻ നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിൽ ചില സ്ത്രീകൾക്കെങ്കിലും ആ നഗ്നമായിട്ടുള്ള സ്ത്രീ ശരീരം കാണുമ്പോൾ കുറച്ച് പ്രശ്നമായിരിക്കും. സോ ന്യൂഡിറ്റി ഒരു പ്രോബ്ലം ആയിരിക്കാം. പുരുഷന്മാരായിരിക്കാം ടെക്സ്റ്റുകൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുരുഷ ഗെയ്സിൽ വിശ്വസിച്ച മനുഷ്യരായിരിക്കാം ടെക്സ്റ്റുകൾ ഉണ്ടാക്കിയത്. അനദർ പോസിബിലിറ്റി, ചെറിയ കുട്ടികൾ പരിണാമം അറിയാമോ? അല്ല, ചെറിയ കുട്ടികൾ ഇതറിയണ്ട, എന്തറിയണ്ട? പരിണാമം അറിയണ്ട. സ്ത്രീകൾക്ക് മുലകൾ ഉണ്ടെന്ന് അറിയണ്ട. ചെറിയ കുട്ടികളായിരുന്നപ്പോഴല്ലേ നമ്മളെല്ലാം അമ്മയുടെ മുലപ്പാൽ കുടിച്ചത്. വെരി ഗുഡ്. സ്ത്രീകളുടെ എവല്യൂഷൻ എടുത്തു കാണിക്കേണ്ട ആവശ്യമില്ല, അത് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. കാരണം എന്താണ്? മെയിൽ എന്ന് പറയുന്ന ഡീഫോൾട്ട് ആണ്, യൂണിവേഴ്സൽ ആണ്. അതായത് പുരുഷ പരിണാമം പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് പരിണാമം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ പരിണാമം നടന്നു എന്ന് നമ്മൾ ഒരു സെറ്റ് ഓഫ് വിദ്യാർത്ഥികളെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? പരിണാമം പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ പരിണാമം പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പുരുഷനെ പഠിപ്പിച്ചാൽ മതി. കാരണം അവിടുത്തെ പർപ്പസ് സെർവ്ഡ് ആയി. ഇത് പുരുഷനെ ഡീഫോൾട്ട് ആയിട്ട് വെക്കുന്ന ഒരു സമൂഹം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, യൂണിവേഴ്സൽ ആയിട്ടും ഡീഫോൾട്ട് ആയിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ വരുന്നത് അവൻ എന്നുള്ളത്. എനിക്ക് ഭയങ്കര തമാശ തോന്നിയിട്ടുണ്ട്. എന്നെ പല മുഖ്യ പ്രഭാഷണങ്ങൾക്കും വിളിക്കുമ്പോൾ എന്നെ വിളിക്കുന്ന പ്രഭാഷകൻ എന്നാണ്. ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ മാളവിക. കാരണം ഇത് സംസാരിക്കുന്ന അയാൾക്ക് എന്റെ ജെൻഡർ തെറ്റിപ്പോയിട്ടല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 100 പ്രഭാഷകന്മാർ വന്നിട്ടായിരിക്കും 2 പ്രഭാഷകന്മാർ വരുന്നത്. അവർക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാറില്ല. ഞാൻ അവിടെ സ്റ്റേജ് ഇരുന്ന് ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും ചിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്നത്. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ സ്വാഗത പ്രഭാഷണങ്ങൾ. അവിടെ എല്ലാം ഈ പ്രഭാഷകന് വരുന്നത് ഈ ഡീഫോൾട്ട് പുരുഷനായിട്ടിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. 1. 2, ഒരു മേജർ കാര്യം ന്യൂഡിറ്റി എന്നുള്ളത്, പുരുഷ ശരീരത്തിന്റെ ന്യൂഡിറ്റി ഒരു പ്രശ്നമല്ലാതാകുകയും സ്ത്രീ ശരീരത്തിന്റെ ന്യൂഡിറ്റി വലിയ പ്രശ്നമായി മാറുകയും ചെയ്യുകയാണ്. ഇത് വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ ഇവിടെ മനസ്സിലാക്കുകയാണ്. ഏത് ശരീരങ്ങളാണ് ഒളിച്ചു വെക്കപ്പെടേണ്ടത്, ഏത് ശരീരങ്ങളാണ് അദൃശ്യവൽക്കരിക്കപ്പെടേണ്ടത്, ഏത് ശരീരങ്ങളെയാണ് തുറന്നു കാട്ടാൻ പറ്റുന്നത്. ഒരുപാട് അതായത് 1960s തൊട്ടുള്ള റിസർച്ച് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യം ആണ്. കുഞ്ഞുങ്ങൾ മനുഷ്യ ശരീരങ്ങളെ സെക്ഷലൈസ് ചെയ്തല്ല കാണുന്നത്, നമ്മൾ അവരെ സെക്ഷലൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് നമ്മൾ ഒരു സിഗ്നിഫയർ നമ്മൾ ടെക്നിക്കലി വിളിക്കും, ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ്.
ചില ശരീരങ്ങൾ നമ്മൾ കണ്ടുകൂടാത്ത ശരീരങ്ങളാണ്. ചില ശരീരങ്ങളെ കുറിച്ച് നമ്മൾ ഷെയിംഫുൾ ആയിരിക്കേണ്ടതാണ്. ചില ശരീരങ്ങൾ മൂടി വെക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ എവല്യൂഷൻ പഠിപ്പിക്കുമ്പോഴോ പോട്ടെ, എവല്യൂഷൻ പഠിപ്പിക്കുന്നത് വിടും, ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും പഠിപ്പിക്കുമ്പോ അല്ലെ, ഇത് ഔട്ട്ലൈൻ മാത്രല്ലേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ന്യൂഡിറ്റി ഒരു പ്രശ്നമാണെങ്കിൽ പോട്ടെ, ഞാൻ ക്ഷമിച്ച്. ഔട്ട്ലൈനിന്റെ കാര്യത്തിൽ എന്തിനാണ് പുരുഷ ശരീരം കാണിക്കുന്നത്? ഇത് നിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പുറത്തെ സ്ഥാനത്തിലെങ്കിലും ഒരു സ്ത്രീയെ കാണിച്ചൂടെ? ബട്ട് യു ക്യാൻ ഓൾസോ റെപ്രസെന്റ്, ഇങ്ങനെ കാണിക്കാം, തെറ്റൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കുകളിൽ നിരന്തരമായിട്ട് പുരുഷൻ എന്താണ് യൂണിവേഴ്സൽ ഡീഫോൾട്ട് മെയിൽ ഇമേജസിന് പകരം 100 ഇമേജ് നമ്മൾ കണ്ടു കാണുമല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ. ആ 100 ഇമേജ് നിങ്ങളൊന്ന് ഓർത്ത് പറയാം, എത്ര സ്ത്രീ ഇമേജുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ. Why is it so? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് റൈറ്റേഴ്സ് മാത്രമല്ല, നമ്മുടെ പാരന്റ്സ് ആണ്, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഇത് നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ പുരുഷനെ യൂണിവേഴ്സൽ ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ പേട്രിയാർക്കിയെ കുറച്ചും കൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. നമ്മൾ സ്ത്രീ ശരീരങ്ങളുടെ വിസിബിലിറ്റി കുറയ്ക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പേട്രിയാർക്കിയെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഇത് പർട്ടിക്കുലർലി സയൻസ് പഠിക്കുമ്പോൾ മെയിലിനെ ഡീഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സയൻസ് ആര് കൈകാര്യം ചെയ്യണം, സയൻസ് എന്തിനെ കുറിച്ചാണ് എന്നുള്ളതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്നിട്ട് പറയും അയ്യോ ഫീമെയിൽ സയന്റിസ്റ്റുകൾ വരുന്നില്ല. അതെന്താണ്? പെൺകുട്ടികൾക്ക് സയൻസിലും മാത്സിലും ഒന്നും താല്പര്യമില്ല. Where have you represented women? എന്തെങ്കിലും പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടോ? ജാനകി അമ്മ എന്ന് പറഞ്ഞ ലോകം അറിയുന്ന ഒരു സയന്റിസ്റ്റിനെ കേരളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് അറിയാം? Most of us know C.V. Raman, right? C.V. രാമന്റെ കാസ്റ്റിസം എത്ര പേർക്ക് അറിയാം? ചില കാര്യങ്ങൾ നമുക്ക് കണ്ണടയ്ക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. ചില കാര്യങ്ങളോട് നമ്മൾ ചെവി കൂർപ്പിച്ച് കണ്ണ് നോക്കിയിരിക്കും. And one of those things is gender. ഇതിപ്പോ ഞാൻ നെതർലാൻഡ്സിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടതാണ്. അവിടെ മനഃപൂർവ്വമായിട്ട് പോളിസി ഇന്റർവെൻഷൻ എന്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് എഡ്യൂക്കേഷനിൽ സ്ത്രീ റെപ്രസെന്റേഷൻ വേണം എന്ന് പറയുന്നത്. കാരണം ഇതുവരെ നിങ്ങൾക്ക് ഇത് തോന്നാത്തത്, അല്ലെങ്കിൽ നമ്മൾക്ക് ആർക്കും ഇത് തോന്നാത്തത് ഈ മെയിൽ ഗേസിന്റെ വിക്ടിംസ് ആണ്. നമ്മളൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഇതുവരെ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എന്തുകൊണ്ടൊരു സ്ത്രീ ശരീരം വന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് വരാത്തത് പേട്രിയാർക്കി അത്രയും മെയിൽ ഗേസിനെ നോർമലൈസ് ചെയ്തത് കൊണ്ടാണ്. What happens in the field of science? പുരുഷനെ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് എടുക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് വരാൻ സാധ്യത? എന്റെ ഒരു എക്സാമ്പിൾ ആണ്, പക്ഷെ ഈ എക്സാമ്പിൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റം സിനിമയിൽ കാണിച്ചാലും ഡോക്ടേഴ്സ് പറഞ്ഞാലും പല ക്ലാസ്സുകളിൽ ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ്, എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഹാർട്ട് അറ്റാക്ക് വന്ന? യൂഷ്വലി പറയുന്നത് എന്താ? ചെസ്റ്റില് പെയിൻ വരും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡില് തരിപ്പ് വരും. സ്ത്രീകൾക്ക് ഇത് വരില്ല. മോസ്റ്റ് സ്ത്രീകൾ, അതായത് 80% സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റം ഇതല്ല. നെഞ്ചരിച്ചിൽ വരുമ്പോ സ്ത്രീകൾ വെയിറ്റ് ആലോചിക്കുന്ന എങ്ങനെയാ, ലെഫ്റ്റ് ഹാൻഡിൽ തരിപ്പുണ്ട്. എന്റെ അമ്മ വരെ ആലോചിച്ചിരുന്ന സാധനമാണ് ഇത്. സ്ത്രീകൾക്ക് എവിടെയാ വരുന്നത്? ഷോൾഡർ ബ്ലേഡിന്റെ ഇടയ്ക്കാണ് സ്ത്രീകൾക്ക് പെയിൻ വരുന്നത്. പക്ഷെ നമ്മുടെ സകല വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പോട്ടെ, ബാക്കിയുള്ള ആരോഗ്യ മാഗസീനുകളിൽ പോലും സിംറ്റംസിനെ എങ്ങനെയാ പറയുന്നത്? പുരുഷ സിംറ്റംസിനെയാണ് സിംറ്റംസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് ഹാർട്ട് അറ്റാക്കിന്റെ കാര്യത്തിൽ മറ്റേ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആളുകൾക്ക് വരുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് വരാറുണ്ട്. പക്ഷെ എന്താണ്, വലിയ രീതിയിൽ ക്ഷീണം വരികയാണ്. അപ്പൊ സ്ത്രീകളൊക്കെ എന്ത് വിചാരിക്കും? ഞാൻ ഈ ജോലി എടുത്ത് എനിക്ക് ക്ഷീണം വരുന്നതാണ്. ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു സിംറ്റം ആണ്. പക്ഷെ ഇത് അൺഐഡന്റിഫൈഡ് ആയിട്ട് പോവുകയാണ്. അപ്പൊ ഹാർട്ട് അറ്റാക്സ് ഇൻ വിമൻ അൺഡയഗ്നോസ്ഡ് ആയിട്ട് അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകും. ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഇങ്ങനെ കോവിഡിന്റെ ഉൾപ്പെടെയുള്ള സിംറ്റംസ് നോക്കിയാൽ അതിനകത്ത് ജെൻഡർ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
പക്ഷെ വലിയൊരു പട്ടിക, അതായത് മെഡിക്കൽ പോളിസി മേക്കേഴ്സ് ആണെങ്കിലും സയൻസ് പോളിസി മേക്കേഴ്സ് ആണെങ്കിലും പോളിസി മേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്, അത് സെറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം ഈ കമ്മിറ്റികളിലെല്ലാം തന്നെ ഞങ്ങൾ ഫെമിനിസ്റ്റ് സർക്കിൾസ് പറയുന്ന വളരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്കുണ്ട്, പാനലുകൾ. പാനലുകളല്ല, മാനലുകളാണ്. ആണുങ്ങളാൽ നിറഞ്ഞ ബോർഡ്സും കമ്മിറ്റീസ് ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഇപ്പം സ്ത്രീകൾ അൺഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി സ്ത്രീകൾക്ക് കുറെ കൂടെ വിവരമൊക്കെ വെച്ച് അവര് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വലിയ ക്രൈസിസ് ആയി. പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. സോ എന്ത് ചെയ്തു, നമുക്ക് കുറെ വിമൻ വിങ്സ് ഉണ്ടാക്കാം. അപ്പൊ വിമൻ വിങ്സ് ഉണ്ടാക്കിയാല് പരമ്പരാഗതമായിട്ടുള്ള അധികാരങ്ങളെ ഒന്നും നമുക്ക് ഡിസ്റപ്റ്റ് ചെയ്യേണ്ട, ആ സൈഡിൽ കൂടെ ഒരു സെറ്റ് ഓഫ് മനുഷ്യരെയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പലപ്പോഴും ഇൻക്ലൂഷൻ എന്നുള്ളത്, ഉൾക്കൊള്ളൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ഗെറോ ആൻഡ് കോൺകി എന്ന് പറഞ്ഞ നരവംശ ശാസ്ത്രജ്ഞരായിട്ടുള്ള സ്ത്രീ ബയോളജിസ്റ്റുകളും ആന്ത്രപ്പോളജിസ്റ്റുകളുമായിട്ടുള്ള 2 സ്കോളേഴ്സ്, ഗീറോ ആൻഡ് കോൺകി, ജോയാൻ ഗീറോ ആൻഡ് മിഖേല കോൺകി, ഇവര് വളരെ രസകരമായിട്ടുള്ള ഒരു ടേം ഇതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ആഡ് വിമൻ ആൻഡ് സ്റ്റിർ. സ്ത്രീകളെ ഇട്ട് ഇളക്കുക, സ്ത്രീകളെ പോയി ഇളക്കുക എന്നല്ല, അതായത് ഒരു കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, ഇറ്റ്സ് എ ഗുഡ് മെറ്റഫർ, ഒരു കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാധനം മറന്നു പോവുകയാണ്, നമ്മൾ അവസാനം ഉപ്പിടാനോ അല്ലെങ്കിൽ അവസാനം ഏലക്ക ഇടാനോ എന്തെങ്കിലും മറന്നു പോകണം. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ കറിയായി പോയി. അവസാനം ചെന്ന് അതുപോലെ അറിയാത്ത ആണുങ്ങളുണ്ടോ ഇവിടെ? റെസ്പോണ്ട് ചോദിച്ച് എന്റെ പുറത്ത് പോയിട്ട് ഉപ്പിടുക, അല്ലെങ്കിൽ ആ ഒരു സാധനം മറന്നുപോയ സാധനം മോളിൽ കൂടെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കും അതൊക്കെ അലിഞ്ഞു ചേർന്നോളുമായിരിക്കും എന്നുള്ളത്. ഇതുപോലെയാണ് പലപ്പോഴും സ്ത്രീകളെ പല ബോർഡുകളിലും പല സംഘടനകളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ കമ്മിറ്റികളും ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓർക്കും, അയ്യോ ഇതിനകത്ത് സ്ത്രീ പ്രാതിനിധ്യം ഇല്ലല്ലോ. എന്നിട്ട് എവിടെയെങ്കിലും പോയി 2 സ്ത്രീകളെ വിളിച്ചോണ്ട് വരും. ഇവിടെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും. സംഘടനയുടെ ഏറ്റവും നട്ടലായിട്ട് നിൽക്കുന്ന, സോറി ആ നട്ടലെന്നുള്ള വാക്ക് പറയരുതെന്നോട് ശാരദാദേവി പറഞ്ഞിട്ടുണ്ട്, സോറി, സംഘടനയുടെ ഏറ്റവും ബേസ് ആയിട്ട് നിൽക്കുന്ന, പ്ലാറ്റ്ഫോം ആയിട്ട് നിൽക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും. മറന്നുപോകും. ചിന്തയുടെ അറ്റത്ത് പോലും എന്താണ് നമ്മൾ പറയുന്നത്, ലിമിറ്റ്സ് ഓഫ് വൺസ് ഹൊറൈസൺ പോലും വരില്ല. ആ സമയത്ത് വലിയൊരു മറവി വരും. ഇത് ഞാൻ ഇപ്പോഴും പല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മനഃപൂർവ്വമായിട്ടുള്ള അമിനീഷ്യ, സെലക്റ്റീവ് അമിനീഷ്യ ആണോ അതോ ശരിക്കുള്ള അമിനീഷ്യ ആണോ എന്നുള്ളത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ. കാരണം ആൻഡ്രോസെൻട്രിസം മനഃപൂർവ്വമായിട്ട്, ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു കേരളത്തിന്റെ സിറ്റുവേഷനിൽ മനഃപൂർവ്വമായിട്ട് സ്ത്രീകളെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നില്ല എന്നാണ് മേരി ജോൺ പോലുള്ള സ്കോളേഴ്സ് പറയുന്നത്. പക്ഷെ നമ്മുടെ ചിന്തയിൽ സ്ത്രീ വരുന്നില്ല. നേരത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടതുപോലെ ആരും വിചാരിക്കുന്നില്ല എന്തുകൊണ്ടാണ് സ്ത്രീ ശരീരം വരാത്തത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ചിന്താ പദ്ധതിയിൽ സ്ത്രീകളെ നമ്മുടെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ നാളെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ, ഒരു പോളിസി മേക്കിങ്ങിന്റെ കാര്യം വരുമ്പോൾ അതിന് വളരെ നോർമലായിട്ട് വരേണ്ടതാണ്. എന്തുകൊണ്ട് ഇതിനകത്ത് സ്ത്രീകളില്ല? വേറെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോഴോ നാളെ ഒരു ക്രിട്ടിക്ക് വരുമെന്ന് പേടിച്ചിട്ടല്ല സ്ത്രീകളെയോ ദളിതരെയോ ക്യൂർ മനുഷ്യരെയോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇന്ന് പല പാനലുകളിലും ഞാൻ ദിനുവയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മളൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാനെന്നുള്ള ഒരു ദളിത് സ്ത്രീ ഉണ്ടെന്ന്, അപ്പൊ ഈ മൃദുല ചേച്ചിയോ രേഖ ചേച്ചി ആരും വിളിക്കില്ല അവര്, കാരണം ഒരു കോട്ട കഴിഞ്ഞല്ലോ. അപ്പൊ 1/2 ടീസ്പൂൺ ദളിത്, 1 ടീസ്പൂൺ സ്ത്രീ, 1/4 ടീസ്പൂൺ ക്യൂർ, ഇതെല്ലാം കൂടെ ചേർത്താണ്. ബാക്കി കറി അങ്ങനെ തന്നെ ഇരിക്കും. അതിന്റെ മാളിലുള്ള സ്പാറ്ററിംഗ് ആണ് ഇത് മുഴുവൻ. ഇങ്ങനെയാണ് പലപ്പോഴും പല വേദികളും ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇഫ് യു ആർ പ്രൊവോക്ക് ചെയ്യാൻ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പറയാം, ആളുകൾ പിന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഉറപ്പായിട്ട് ഞാൻ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ തിങ്സ് ഹാപ്പൻ ടുഡേ. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കിനെ പേടിച്ചുള്ള ഇൻക്ലൂഷൻ ആയിരിക്കും. അത് ഞാൻ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, എന്റെ ശരീരത്തിലെ ഓരോ അണുവും ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. നാളെ ഒരു പാനൽ വന്നു കഴിയുമ്പോൾ അതിലൊരു സ്ത്രീ ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും, അതിലൊരു ട്രാൻസ്ജെൻഡർ ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും. അതെനിക്ക് നാച്ചുറൽ ആയിട്ട് വരേണ്ട കാര്യമാണ്.
മനുഷ്യൻ മാർക്സ് വിശ്വസിച്ചിരുന്നത് മനുഷ്യൻ നാച്ചുറൽ ആയിട്ട് ഇക്വാലിറ്റിക്ക് വേണ്ടി വാഞ്ചയുള്ള ആളാണെന്നാണ്. ക്യാപിറ്റലിസ്റ്റ് സമൂഹമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ പ്രിവിലേജസ് നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് വെക്കണം. ആ എലീറ്റിസത്തിന് റിസോഴ്സസിനെ പങ്കുവെക്കാതെ നമ്മുടെ അധികാരത്തിൽ മാത്രം നിലനിർത്തുന്ന വഴിയാണ് ക്യാപിറ്റലിസം മുമ്പോട്ട് പോകുന്നത്. ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇൻക്ലൂഷൻ വഴിയാണ് ഹ്യൂമാനിറ്റി മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഫോർ ഇൻസ്റ്റൻസ് നേരത്തെ സന്തോഷമായിട്ട് സംസാരിക്കുമ്പോൾ പറയുണ്ടായി, ഹിപ്പോക്രട്ടസ് പറഞ്ഞ കാര്യം സ്ത്രീകളുടെ ശരീരങ്ങൾ തണുപ്പ് ശരീരങ്ങളാണ്, പുരുഷന്മാരുടെ ശരീരങ്ങൾ ചൂട് ശരീരങ്ങളാണ്. വർഷങ്ങൾ എന്ന് പറയുന്ന സെഞ്ചുറീസ് ആണ്. ഏകദേശം 2-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻസ് വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഗാലന്റെ റൈറ്റിംഗ്സിൽ നമുക്ക് വാൻഡറിംഗ് മൂവ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ കാണാം. അതായത് അവർ വിശ്വസിച്ചിരുന്ന എങ്ങനെയാണ്, സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഗൂഗിളിൽ കിട്ടും, ഞാനിത് ഉണ്ടാക്കി പറയുന്ന സാധനമൊന്നുമല്ല, നിങ്ങൾ വീട്ടിൽ പോയി ചെക്ക് ചെയ്തു. എന്നിട്ട് ഈ വൂമ്പ് തലയിലെത്തുമ്പോൾ സ്ത്രീകൾ ഹിസ്റ്റീരിക് ആയിട്ട് മാറും, അവർ തികഞ്ഞ ഭ്രാന്തിമാരായി മാറും. അത് തിരിച്ച് ഗർഭാശയം ഇരിക്കേണ്ട സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് ഇവർ മെയ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് മാറും. ഹിസ്റ്റീരിയ എന്നുള്ള ഒരു വാക്ക് വരുന്നത് തന്നെ ഈ വാൻഡറിംഗ് വൂമ്പ് എന്നുള്ള ഐഡിയയിൽ നിന്നാണ്. ഇന്നും യൂസ് ചെയ്യപ്പെടുന്ന, ഇന്നും സൈക്കോളജിയിൽ നമ്മൾ കാണുന്ന ബൈപോളാർ സിൻഡ്രോം ഉൾപ്പെടെയുള്ള സിൻഡ്രോംസിന് ഇപ്പോഴും ഈ ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്പ് പ്രൊപ്പഗേറ്റഡ് ബൈ ഗാലൻ ആൻഡ് ഹിപ്പോക്രട്ടസ്, ഗാലനും ഹിപ്പോക്രട്ടസും പ്രൊപ്പഗേറ്റ് ചെയ്ത ഈ തെറ്റായിട്ടുള്ള ജെൻഡർ വിവേചനപരമായിട്ടുള്ള ഐഡിയ നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു ഐഡിയ പറയാം. ഇതെന്താണ്? നിങ്ങൾ 3 Idiots എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ തമിഴുണ്ടല്ലോ, നൻപൻ കണ്ടിട്ടുണ്ടോ? ഈ സിനിമ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ദൃശ്യമാണിത്. ആ തുടങ്ങുമ്പോൾ ഉള്ള ദൃശ്യത്തില് മാധവന്റെ വോയിസ് ഓവർ ആണ്. മാധവൻ ഇങ്ങനെയാണ് പറയുന്നത്, ഭാഗോ ഭാഗോ ജിന്ദഗി റേസ് ഹേ, ഭാഗോ ഭാഗോ, ഓടിക്കോ ഓടിക്കോ, ജീവിതം എന്ന് പറയുന്നത് റേസ് ആണ്. നിങ്ങൾ ആദ്യം ഈ എഗ്ഗിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ജനിക്കാനെങ്കിലും പറ്റുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ്, ഈ പടവും ഇതുപോലെ ആയിരിക്കുമല്ലോ നമ്മളെ സയൻസിൽ പഠിപ്പിച്ചിട്ടുള്ള. ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നമ്മൾ ഓൾറെഡി മെയിൽ കേസിനെ കുറിച്ച് സംസാരിച്ചു, ഇൻവിസിബിലിറ്റി ഓഫ് ഫീമെയിൽ ബോഡീസ് സംസാരിച്ചു, എന്നിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ലാന്ന് പറയാം, അത് കുഴപ്പമില്ല. എല്ലാത്തിനും പ്രശ്നം വേണമെന്നില്ലല്ലോ. വലിപ്പമാണോ, അത് ടു സ്കെയിൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊരു നല്ല ചോദ്യമാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സയന്റിഫിക് അമേരിക്കനിലാണ്, അതുകൊണ്ട് വലിയ തെറ്റില്ലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിപ്പത്തിന്റെ തെറ്റല്ല. സ്പേംസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ എഗ്. വെരി ഗുഡ്, പറയും. റിവേഴ്സിൽ ചിന്തിച്ചൂടെ? എങ്ങനെ ചിന്തിക്കാറ്? തിരിച്ചു ചിന്തിച്ചൂടെ? അതായത് പ്ലീസ് ഗിവ് മൈ ഹാൻഡ്, ദാറ്റ്സ് എ വെരി ഗുഡ് ആൻസർ. നമ്മൾ എപ്പോഴും ജീവന്റെ ഉത്ഭവമായിട്ട് കാണുന്നത് എവിടെയാണ്? ഈ സ്പേമിനെയാണ്. എന്നാൽ സയന്റിഫിക്കലി തിങ്കിങ് സ്പേമിന് ജീവനില്ലാന്ന് നമുക്കറിയാം. സ്പേമും എഗ്ഗും കൂടെ ചേർന്ന് സൈഗോട്ട് ആകുമ്പോഴാണ് ആദ്യത്തെ ഒരു സ്പാർക്ക്, അതിനെ പോലും ഒരു സ്പാർക്ക് ഓഫ് ലൈഫ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സയന്റിസ്റ്റുകൾ. പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്ത പോകുന്നത് എങ്ങനെയാ? സ്പേമിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം. അതുകൊണ്ടാണ് മാധവൻ പറയുന്നത് ജനിക്കാൻ വേണ്ടി ഓടണമെന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് തുടങ്ങുന്നത്? ആ നാട്ടിലിരുന്ന ചേട്ടൻ പറയുന്നത് പോലെ നമുക്ക് എഗ്ഗിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങിക്കൂടെ? സ്പേമിന്റെ മോട്ടിലിറ്റി വെച്ചിട്ട് നമുക്ക് പറയാം. വെരി ഗുഡ്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ്. സോ നമ്മളെ യൂഷ്വലി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്പേമിന്റെ എഗ്ഗിന്റെ കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കൂടുതൽ മൊബിലിറ്റി ഉള്ള അല്ലെങ്കിൽ കൂടുതൽ നീങ്ങുന്ന ഒരു കാര്യത്തിന് ജീവനുള്ളതെന്നും അല്ലെങ്കിൽ ജീവന്റെ പൊട്ടൻഷ്യൽ ഉള്ളതെന്നും, കുറച്ച് നിർജീവല്ല ആക്റ്റീവ് അല്ലാതിരിക്കുന്ന സാധനത്തിന് എന്താണ് ജീവന്റെ ഉത്ഭവം അല്ല എന്നുള്ള ഒരു രീതിയിൽ റെപ്രസെന്റഡ് ആകുന്നുണ്ട്. അപ്പൊ അവിടെ വാല്യൂ ഏതിനാണ് കൂടുതൽ കൊടുക്കുന്നത്?
ചലിക്കുന്നതിനാണ് കൊടുക്കുന്നത്. ഇനി ഇതേ സയൻസ് ടീച്ചർ സിംഹത്തിന്റെയും സിംഹിണി എനിക്ക് ലയണസ്, ഓക്കെ, ലയണിന്റെ ലയണസിന്റെയും കാര്യം പഠിപ്പിക്കുമ്പോ എങ്ങനെയോ ലയൺ ആണോ ലയണസ് ആണോ കൂടുതൽ ആക്റ്റീവ്? കുറച്ച് എന്താണ് ആനിമൽ കിങ്ഡത്തിന് അറിയാവുന്നവര് പറയും ലയണസ് ആണ്. ലയണസ് ആണ് പോയി ഇര പിടിച്ചോണ്ട് വരുന്നത്, ലയണസ് ആണ് കപ്സിനെ നോക്കുന്നത്, ലയണസ് ആണ് ആക്ച്വലി ടെറിറ്ററി മാർക്ക് ചെയ്യുന്നവരെ ലയണസ് ആണ്. പക്ഷെ കിങ് ഓഫ് ദ ജംഗിൾ എന്ന ലയണസിനെയാണോ വിളിക്കുന്നത്? അതെന്താ അവിടെ വന്നപ്പോ മൊബിലിറ്റിക്ക് പ്രശ്നം വന്നോ? ആ കിങ് ആവുമ്പോ ഒരു സ്ഥലത്ത് ഇരുന്നാ മതി, ഇങ്ങോട്ട് വരും. ഹലോ തിരിച്ചു ചിന്തിക്കാത്തോണ്ട് അവിടെ ഇങ്ങനെ. നിവേദിത മേനോൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരു ടെക്സ്റ്റിൽ നിന്ന്. അതായത് മലയാളത്തിലെ ഏതോ എഴുത്തുകാരിയാണ്, ലളിതാംബിക അന്തർജന ആണെന്ന് തോന്നുന്നു. സ്പേമിനെ എഗ്ഗിനെ അമ്പലത്തിൽ ഇരിക്കുന്ന ദേവിയായിട്ടാണ് കാണുന്നത്. ആ അമ്പലത്തിൽ ഇരിക്കുന്ന ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടി വരുന്ന ഭക്തന്മാരായിട്ട് സ്പേമിനെ കാണുന്നു. ഇങ്ങനെയും കാണാം. അത് നമ്മൾ എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത്? പേട്രിയാർക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ്. ലയണിന്റെ ലയണസിന്റെയും കാര്യം വരുമ്പോഴത്തെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്ക് നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കും. സ്പേമിന്റെ എഗിന്റെയും കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കും. ഇതിൽ രണ്ടിലും വർക്ക് ചെയ്യുന്നത് പേട്രിയാർക്കിയാണ്. ഇതിൽ രണ്ടിലും വർക്ക് ചെയ്യുന്ന മെയിൽ, ആ ഒരു സ്പീഷീസിന്റെ മെയിലിനെ സിഗ്നിഫൈ ചെയ്യാൻ നമ്മൾ ഒരു വാല്യൂ അഡീഷൻ കൊടുക്കുകയും ഫീമെയിലിനെ സിഗ്നിഫൈ ചെയ്യാൻ വാല്യൂ ലെസ്നെസ് കൊടുക്കുകയും നമ്മൾ ചെയ്യും. ഇത് കോൺസ്റ്റന്റ് ആണ്. ഇത് ഭാഷാപരമായിട്ടും വ്യവഹാരപരമായിട്ടും ഒക്കെ. ആൻഡ് ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് മോട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് ചോയ്സ്, വളരെ റീസെന്റ്, ദിസ് ഇസ് പോസ്റ്റ് 2020 റിസർച്ച്, എഗ്ഗിനും ചോയ്സ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദ സ്പേം വിച്ച് ഡിസൈഡ്സ്, ഇറ്റ് ഇസ് ദ എഗ് വിച്ച് ഡിസൈഡ്സ്. ഈ നമ്മുടെ വിഷയം ഇന്ന് ഭിന്ന വിവേചനങ്ങൾ, പല രീതിയിലുള്ള വിവേചനങ്ങളുടെ ഭിന്ന മുഖങ്ങൾ. ഇതിന്റെ ക്രക്സിലേക്ക് തന്നെ പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും ഓൾ ഓഫ് ദിസ് ബോയിൽസ് ഡൗൺ ടു എ വെരി ബേസിക്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ: സ്ത്രീക്ക് പുരുഷന്റെ അത്രയും ശക്തി ഉണ്ടോ? ബാക്കി എല്ലാ കാര്യം ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്ത്രീക്ക് തെങ്ങിക്കയറാൻ പറ്റും. സ്ത്രീക്ക് തെങ്ങിക്കയറാൻ പറ്റും. ഞാൻ തെങ്ങിക്കയറിയിട്ടുള്ള സ്ത്രീയാണ്. സത്യമായിട്ട് ഞാൻ കയറിയിട്ടുണ്ട്. ഇതൊരു നമ്മളെ കൊച്ചിലെ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ ആർക്കും തെങ്ങിക്കയറാൻ പറ്റും. സ്ത്രീക്ക് മീൻ പിടിക്കാൻ പോകുമോ? ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഉള്ള രേഖ എന്ന് പറഞ്ഞ ഡീപ് സീ ഫിഷർ വുമൺ കേരളത്തിൽ നിന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രൂവ് ചെയ്യേണ്ട വരരുത് സ്ത്രീക്ക്. മരം കയറുന്നതോ ഡീപ് സീ ഫിഷിങ്ങിന് പോകുന്ന ഒന്നും പാരാമീറ്റേഴ്സ് അല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് സ്ത്രീയെയും ബാക്കിയുള്ള ജെൻഡേഴ്സിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പൊട്ട ക്വസ്റ്റ്യനുകൾ വരുന്നത്. But let me address that പൊട്ട question because a lot of us might have that in our head. So എല്ലാ ജീവജാലങ്ങളിലും ഉള്ള കാര്യമാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലാതെ, നമ്മൾ നമ്മൾ പ്രജനനത്തിന് വേണ്ട ഓർഗൻസ് അല്ലാതെ മറ്റ് ഓർഗൻസിൽ കാണുന്ന വ്യത്യാസം, മെയിലും ഫീമെയിലും തമ്മിൽ ഉള്ള വ്യത്യാസം. ഫോർ ഇൻസ്റ്റൻസ് ഇതിന്റെ തോത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഫോർ ഇൻസ്റ്റൻസ് പീകോക്കില് സെക്ഷൽ ഡൈമോർഫിസത്തിന്റെ ഡിഗ്രി ഹൈ ആണ്. പീകോക്കും പീഹെന്നും വെച്ച് നോക്കിയാൽ, ആൺമയിലും പെൺമയിലും വെച്ച് നോക്കിയാൽ വലിയ വ്യത്യാസം നമുക്ക് കാണും. അപ്പോൾ 60% വ്യത്യാസം ഉണ്ട്. പേട്രിഡ്ജുകളിൽ നമ്മൾ നോക്കിയാൽ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. സ്പാരോസില് വ്യത്യാസം കാണാൻ പറ്റും. ഇനി സെക്ഷൽ ഡൈമോർഫിസം വളരെ കുറവുള്ള ജീവികളുണ്ട്. പാൻഡ ഫോർ ഇൻസ്റ്റൻസ് സെക്ഷൽ ഡൈമോർഫിസം വളരെ കുറവാണ്. 7% to 5% വ്യത്യാസമേ ഉള്ളൂ ആൺ പാണ്ടയും പെൺ പാണ്ടയും തമ്മിൽ. ടൈഗേഴ്സ് സെക്ഷൽ ഡൈമോർഫിസം അഗൈൻ വളരെ കുറവുള്ള ജീവിയാണ്. ടൈഗ്രസും തമ്മിൽ, ടൈഗർ കടുവയും കടുവ തന്നെയാണ്, പെൺ കടുവയും. അതുകൊണ്ടായിരിക്കും സെക്ഷൽ ഡൈമോർഫിസം കുറവായത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു വേർഡ് വരാത്ത. ബഫല്ലോ, മെയിൽ ബഫല്ലോ, ഫീമെയിൽ, ഹി ബഫല്ലോ, ഷീ ബഫല്ലോ, എരുമ, സെക്ഷൽ ഡൈമോർഫിസം വളരെ കുറവാണ്. സെക്ഷൽ ഡൈമോർഫിസം എന്താണെന്ന് മനസ്സിലായോ?
അതിന്റെ ഡിഗ്രികൾ കുറഞ്ഞു വരും. ഇനി നിങ്ങളൊരു എക്സാമ്പിൾ പറയൂ. ഈ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും പറയരുത്. സെക്ഷൽ ഡൈമോർഫിസം കൂടുതലുള്ള ഒരു ജീവി. ആരാ പറഞ്ഞു? ഗുഡ്. സെക്ഷൽ ഡൈമോർഫിസം നമ്മൾ ആൺ ലയണിന് വലിയ മെയിൻ ഒക്കെ ഉണ്ട്, ഫീമെയിൽ ലയണിന് മെയിൻ ഇല്ല. വെരി ഗുഡ്. സെക്ഷൽ ഡൈമോർഫിസം കുറവുള്ള ഒരു ജീവി. ഹോഴ്സ്. വെരി ഗുഡ്. ഒരു റൗണ്ട് കൂടെ. സെക്ഷൽ ഡൈമോർഫിസം കൂടുതലുള്ള മറ്റൊരു ജീവി നമ്മൾ എപ്പോഴും കോമൺ. കോഴി. വെരി ഗുഡ്. ആൺകോഴി, പെടക്കോഴി, പൂവൻകോഴി അല്ലെ? ഓക്കെ. സെക്ഷൽ ഡൈമോർഫിസം കുറവുള്ള ജീവി പൂച്ച. വെരി ഗുഡ്. ഫീലൈൻ ആയിട്ടുള്ള മിക്ക സ്പീഷീസുകളും സെക്ഷൽ ഡൈമോർഫിസം കുറവാണ്. അപ്പൊ അനിമൽസിന്റെ ഇടയിൽ ഓക്കെ. ഇനി സോഷ്യൽ അനിമൽ ആയിട്ടുള്ള മനുഷ്യനിൽ സെക്ഷൽ ഡൈമോർഫിസം കൂടുതലാണോ കുറവാണോ? കൂടുതലാണെന്ന് പറയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കാമോ? ഓക്കെ. ഒന്ന്, ഒരു, രണ്ട്. അവിടെ കൈപൊക്കിയിരിക്കുന്നതാണോ വെറുതെ ഉറപ്പിച്ചിരിക്കുന്നതാണോ? ഇല്ല. സ്വഭാവത്തിൽ മാത്രം വ്യത്യാസമാണ്. നമ്മൾ പറയുന്ന ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ. ഓക്കെ. അപ്പം സെക്ഷൽ ഡൈമോർഫിസം കുറവാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഓക്കെ. ഒന്നും പറയാത്തവരെന്താ വിചാരിച്ചിരിക്കുന്നത്? ചേച്ചി എന്താ വിചാരിച്ചിരിക്കുന്നത്? ചേച്ചി പൂക്കളുള്ള കുർത്തയിട്ടിരിക്കുന്ന ചേച്ചി എന്താ വിചാരം? അല്ല, രണ്ടിനും കൈമുക്കിയില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അറിയില്ല, എന്നാലും ഊഹം പറഞ്ഞു. സെക്ഷൽ ഡൈമോർഫിസം കൂടുതലായിരിക്കോ കുറവായിരിക്കോ? നമ്മൾ ഇത്രയും ജീവികളെ ഡിസ്കസ് ചെയ്തു. സെക്ഷൽ ഡൈമോർഫിസം കുറവാണ്. യുവർ ആൻസർ ഇസ് കറക്റ്റ്. ആക്ച്വലി ഹ്യൂമൻ ബീയിങ്സിൽ കമ്പയർഡ് ടു മെനി അതർ സ്പീഷീസ് സെക്ഷൽ ഡൈമോർഫിസം വളരെ കുറവാണ്. ഇന്ന് നിലനിൽക്കുന്നത് ഏകദേശം 12 to 13.5% ആണ് സെക്ഷൽ ഡൈമോർഫിസം ഹ്യൂമൻ മെയിലിലും ഹ്യൂമൻ ഫീമെയിലും ഉള്ളത്. ബാക്കിയുള്ള ജെൻഡറുകളിലേക്ക് സെക്ഷൽ ഡൈമോർഫിസം മാപ്പ് ചെയ്തിട്ടില്ല, നമുക്ക് പറയാൻ സാധ്യമല്ല. അതിപ്പം പല പല കാര്യങ്ങൾ. നിങ്ങൾ ഐലൻഡ് ജൈഗാന്റിസം, ഐലൻഡ് ഡ്വാർഫിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു സ്ഥലത്തിലുള്ള റിസോഴ്സസ് അനുസരിച്ച് നമ്മുടെ ശരീരങ്ങൾ മാറ്റപ്പെടും. ഇത് ഒരുപാട് ജെൻഡറിനെയും ബാധിക്കുന്നുണ്ട്. കാരണം ആർക്കാണ് കൂടുതൽ റിസോഴ്സസ് കൊടുക്കുന്നത്, ആർക്കാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത്, ആരെ കൊണ്ടാണ് ഏത് ജോലി എടുപ്പിക്കുന്നത്, ഇങ്ങനെ ഹിസ്റ്റോറിക്കലി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാരും തന്നെ ഹണ്ടിങ് ഗ്യാതറിംഗിൽ നിന്ന് വന്നതാണ്. എങ്കിലും പരിശുദ്ധർക്ക് ഡൗട്ട് ഉണ്ടായില്ലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മള് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ആന്ത്രപ്പോളജി അതിൽ നിന്ന് ഒരുപാട് മുമ്പോട്ട് പോയി. പക്ഷെ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഒരു സമയത്ത് വാദിച്ചിരുന്നത് നമ്മൾ ഹണ്ടർ ഗ്യാതറർ ആയിട്ട്, വേട്ടക്കാരും, ബാക്കിയുള്ള ആ ടേം എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്താണ് പെർക്യൂറ്റീനുകൾ തന്നെയാണ് പറയുന്നത്. അതെനിക്ക് എന്തോ ഒരു കുഴപ്പമുള്ള ടേം പോലെ ആയിട്ടിരിക്കും. ശേഖരിക്കുന്നവരും ആയിട്ട് ജീവിച്ച സമയത്ത് ആണുങ്ങളാണ് ഹണ്ടേഴ്സ് ആയിട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ വേട്ടയ്ക്ക് പോയിട്ടുള്ളതെന്നും പെണ്ണുങ്ങളാണ് ഗ്യാതറേഴ്സ് എന്നും. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 100 വർഷം നിലനിന്നിരുന്ന ഒരു സിദ്ധാന്തമായിരുന്നു ഇത്. ആൻഡ് ഇത് ആന്ത്രപ്പോളജിയിൽ മാത്രം ഒതുങ്ങി നിന്നൊരു സിദ്ധാന്തമല്ല. ഇത് പെട്ടെന്ന് ഭയങ്കര, നമ്മൾ പറയില്ലേ, കോമൺ സെൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഡേഞ്ചറസ് സാധനമാണ്. കാരണം ഏറ്റവും കൂടുതലുള്ള സാധനത്തിന് നമ്മൾ യെസ് പറഞ്ഞ ആളെ. അങ്ങനെയാണ് മെജോറിറ്റേറിയനിസം ഒക്കെ ഇന്ത്യയിൽ നമ്മൾ ആക്സെപ്റ്റഡ് ആകുന്നത്. ഏറ്റവും കൂടുതലുള്ള സാധനം ഏറ്റവും നല്ല സാധനം ആകണമെന്നില്ല. ഒരു സൊസൈറ്റി മുഴുവൻ സ്ത്രീധനം പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞ് സ്ത്രീധനം കറക്റ്റ് ആവില്ലല്ലോ. ഒരു സമയത്ത് നമ്മൾ സതിയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ബട്ട് കോമൺ സെൻസ് വിൽ മേക്ക് us think. അതുകൊണ്ടാണ് തന്നെ കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് ടു കോമൺ, ഇറ്റ് ഇസ് നോട്ട് സ്പെഷ്യലൈസ്, ഇറ്റ് ഇസ് നോട്ട് നോളജ്, ഇറ്റ് ഇസ് ജസ്റ്റ് സെൻസ് ബേസ്ഡ് ഓൺ കോമണാലിറ്റി. പക്ഷെ ഇതിനെ ഭയങ്കര പ്രകീർത്തിക്കുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഇതൊരു കോമൺ സെൻസിക്കൽ ആർഗ്യുമെന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിന് ഡിസമിനേഷൻ, ഇത് പല ജ്ഞാനശാഖകളിലേക്കും, അത് ബയോളജിയിലേക്കും ലിറ്ററേച്ചറിലേക്കും സുവോളജിയിലൊക്കെ ഇതിന്റെ പല പല വ്യതിയാനങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം. സോഷ്യോളജി ഇതിന്റെ വലിയൊരു ഇരയാണ്.
സോ മാൻ ദ ഹണ്ടർ വുമൺ ദി ഗ്യാദറർ എന്നുള്ള ഐഡിയ നിലനിൽക്കുന്നതിന്റെ ബേസിസിൽ വന്ന ഒരു തിയറി ഞാൻ പറയാം. അതായത് പണ്ട് നമ്മൾ സ്റ്റെപ്പീസിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ അല്ലെങ്കിൽ പ്രയറീസ് ജീവിച്ചുകൊണ്ടിരുന്നപ്പോ ആഫ്രിക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ ആണുങ്ങൾ ഹണ്ടിങ്ങിന് പോകണം. അപ്പൊ ഹണ്ടിങ്ങിന് പോകണമെങ്കിൽ എന്ത് വേണം കൂടുതൽ ദേഹത്തില്? കരുത്ത് വേണം, ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ വേണം, അഗ്രസീവ്നെസ് കൂടുതൽ വേണം. അതുകൊണ്ടാണ് ആണുങ്ങൾ കൂടുതൽ അഗ്രസീവ് ആയത്. അപ്പൊ അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് നാച്ചുറലി ദേഷ്യം വരുന്നത്. ഇത് പറയുന്നതാണ് കേട്ടോ, ഇത് നിങ്ങൾ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ ഇന്നും ഇതിനെ ജസ്റ്റിഫൈ ചെയ്ത് മലയാളത്തിലുള്ള ലെക്ചേഴ്സ് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് ദേഷ്യം വരുന്നത്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് എന്താ ഒരു ജനറലി ഒരു പ്രൊട്ടക്റ്റീവ്നെസ് ഫീൽ ചെയ്യുന്ന അവരുടെ ഫാമിലിയെ കുറിച്ച്. അതുകൊണ്ടാണ് അതിന് ബൈ എക്സ്റ്റൻഷൻ എന്ത് പറയാം, അതുകൊണ്ടാണ് അവര് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത്, സ്ത്രീകൾക്ക് കെയർ നൽകുന്നത്. കെയറേട്ടന്മാരെ തട്ടി നടക്കാൻ പറ്റാത്ത കഷ്ടപ്പാടിന് ജീവിക്കുന്ന സ്ത്രീകളാണ് കേരളത്തിൽ ജീവിക്കുന്നത്. സത്യം ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ മൊബൈൽ ഫോൺ കേരളത്തിൽ ഇന്ത്യയിൽ ഇത്രയും പ്രചരണം കിട്ടിയത് ഈ പ്രൊട്ടക്ഷനിസ്റ്റ് ലോജിക്കില്ല. ഇല്ലെങ്കിൽ ഇവിടുത്തെ പെൺകുട്ടികൾക്കൊന്നും മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. നീ എവിടെ നിൽക്കുന്നു, എത്ര മണിക്ക് വീട്ടിൽ വരും, ആ മണിക്ക് നീ വീട്ടിൽ എത്തില്ലെങ്കിൽ എനിക്കറിയാം നീ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഈ ലോജിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രൊട്ടക്ഷനിസ്റ്റ് ലോജിക് എവിടെ നിന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് ട്രേസ് ചെയ്ത് ഇവിടെ മാൻ ദ ഹണ്ടറിൽ കൊണ്ട് നിർത്തും. കാരണം ഇത് നാച്ചുറലി വരുന്നതാണ്, ഇതൊരു ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അൺഫോർച്ചുനേറ്റ്ലി പറഞ്ഞു വെക്കും. അവരോട് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 50 വർഷം മുമ്പേ ഇത് ഡിസ്കാർഡ്, 50 വർഷമല്ല 1970s ഓൾമോസ്റ്റ് 50 years ഇത് ഡിസ്കാർഡഡ് ആയിട്ടുള്ള തിയറിയാണ്. സെവറൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഹാവ് പ്രൂവൻ ടു us that ഇങ്ങനെയുള്ള പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ബാക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയും അടുത്തൊരു കുഞ്ഞും പിന്നെ ഒരു കുണ്ടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വില്ല് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പുരുഷൻ. പക്ഷെ സെവറൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ, അനവധി എക്സ്കവേഷൻസ് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് ഒരുപാട് സ്ത്രീകൾ ഹണ്ടിങ്ങിൽ പോയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇത് പെറുവിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്യപ്പെട്ട 2012 എക്സ്കവേറ്റ് ചെയ്യപ്പെട്ട ഒരു ഹണ്ടറിന്റെ, ഒരു ഫീമെയിൽ ഹണ്ടറിന്റെ സ്കെലിറ്റൻ ആണ്. നമ്മൾ പലപ്പോഴും ഈ ഹണ്ടിങ്ങിനല്ല ഏത് സ്കെലിറ്റൻ കിട്ടിയാലും അതിന്റെ സ്കള്ളിന്റെ സൈസും നമ്മൾ ഫീമറിന്റെ സൈസും ഒക്കെ വെച്ച് ആണ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിലൊരു ഫീമർ ബോണും ഒരു സ്കള്ളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യം ഇവരിങ്ങനെ ഇത് കണ്ടെത്തിയെങ്കിലും അതിന്റെ കൂടെ കിട്ടിയ ബാക്കിയുള്ള ബറിയൽ ആർട്ടിഫാക്ട്സ് ആണ്. എന്ന് വെച്ചാൽ ഒരാളെ കുഴിച്ചിട്ട് കഴിയുമ്പോൾ ആ കുഴിച്ചിടുന്നതിന്റെ കൂടെ വെക്കുന്ന സാധനങ്ങൾ യൂഷ്വലി നമ്മൾ പുരാതന ഗ്രേവ്സിൽ കാണുന്നത് നിത്യമായിട്ട് അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കും അയാളുടെ കൂടെ ബറി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫീമെയിൽ ഹണ്ടറിന്റെ കാര്യത്തിൽ കിട്ടിയത് ഇതുപോലെയുള്ള സ്റ്റോൺ ടൂൾസ് ആണ്. ഈ ടൂളുകളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് മീറ്റ് ക്ലീവ് ചെയ്യാനും, അതായത് നിങ്ങൾ വേട്ടയാടി പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലിൽ നിന്ന് മാംസം അടർത്തിയെടുക്കാനും ആ മാംസത്തിനെ ചതയ്ക്കാനുമാണ്. ക്ലീവേഴ്സും ബോറേഴ്സും ആണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. സോ ഇത് ആക്ച്വലി 2000-കളിൽ ആദ്യം എക്സ്കവേറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം പെറു ഇസ് ഓൾസോ വെരി പേട്രിയാർക്കൽ സ്പേസ്. അപ്പൊ ഇവിടുന്ന് എക്സ്കവേറ്റ് ചെയ്ത് പോയ ടീം ഈ കൂടെ കിട്ടിയ ഹണ്ടിങ് ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഈ സ്കെലിറ്റനെ പുരുഷനെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് അതിന്റെ സ്കെലിറ്റൽ അനാലിസിസ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ടത് ഇത് സ്ത്രീയാണ്. അപ്പൊ ഇവർക്ക് കൺഫ്യൂഷനായി, സ്ത്രീയാണ് ഹണ്ടറാണ്. അത് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കുഴപ്പമാണ്. 1970s നമുക്ക് ഓൾറെഡി അറിയാം സ്ത്രീകളും ഹണ്ടിങ്ങിന് പോയിട്ടുണ്ടെന്ന് ആന്ത്രപ്പോളജിക്കൽ എവിഡൻസും പല പല ട്രൈബ്സിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നും പോളിനേഷ്യയിലെയും ഇന്തോനേഷ്യയിലെയും പല ട്രൈബുകളിലും സ്ത്രീകൾ ഹണ്ടിങ്ങിന് പോകുന്നുണ്ട്. അതിന്റെ എവിഡൻസ് നമുക്ക് പറയാൻ പറ്റും. രണ്ട്, നമുക്ക് യൂറോപ്പിൽ നിന്ന് പല സ്ഥലങ്ങളിൽ, യൂറോപ്പിൽ നിന്ന് കൂടുതൽ കിട്ടുന്നത് ബെറ്റർ സ്റ്റേറ്റ് ഓഫ് പ്രിസർവേഷൻ ആണ്. നമ്മുടെ ഇവിടത്തെ അത്രയും ചൂടും മഴയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്കെലിറ്റൻസ് മഞ്ഞ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബെറ്റർ പ്രിസർവ്ഡ് ആവും. അപ്പൊ യൂറോപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് സ്ത്രീകൾ ഹണ്ടിങ്ങിന് പോയത്.
പക്ഷെ ഇവിടെ ഒരു ഇതൊരു എന്താണ് ഒരു ഹിസ്റ്റോറിയോഗ്രഫിക്കൽ വിഷയമാകുന്ന ഇങ്ങനെയാണ്. സ്ത്രീയുടെ സ്കെലിറ്റണും എന്നാ ഹണ്ടിങ് ടൂൾസും കിട്ടിക്കഴിഞ്ഞപ്പോ ഇവർക്ക് കൺഫ്യൂഷൻ ആയി. അപ്പൊ ഇത് പോയത് പ്രിഡോമിനന്റ്ലി പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ പ്രിഡോമിനന്റ്ലി ആണുങ്ങൾ മാത്രമുള്ള ഒരു ടീമാണ് അതുപോലെ. അതിന് പ്രിഡോമിനന്റ്ലി പെണ്ണുങ്ങൾ മാത്രമാണ് പോയതെങ്കിലും വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഫ് യു ആർ സമ്മൺ മെയിൽ ഗെയ്സ് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഈ കണ്ടുപിടുത്തമല്ല വരും. അപ്പൊ അവർ എന്ത് പറഞ്ഞു? അതെന്താണെന്നറിയോ? ഇവർ ഏതെങ്കിലും ഒരു ഹണ്ടറുടെ മകളായിരിക്കും, അല്ലെങ്കിൽ ഹണ്ടറുടെ ഭാര്യയായിരിക്കും. അതുകൊണ്ടാണ് ഹണ്ടിങ് ടൂൾസ് ഇവിടെ. എന്നാലും ഇവര് ഹണ്ടർ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അച്ഛന്റെയോ ഭർത്താവിന്റെയോ എവിടെയെങ്കിലും ഗ്രേവ് കിട്ടണ്ടേ? ഗ്രേവ് കിട്ടിയില്ല. രണ്ടുപേര് പറഞ്ഞൊരു കാര്യമാണ്, ഇത് വോട്ടീവാണ്. അതായത് ഇവര് ആക്ച്വലി ഹണ്ടിങ്ങിന് പോയിട്ടില്ല, പക്ഷെ ഏതെങ്കിലുമൊക്കെ പ്രീസ്റ്റസ് ആയിരിക്കും, ഏതെങ്കിലുമൊക്കെ പൂജാരി പോലത്തെ സ്ത്രീ ആയിരിക്കും. അപ്പൊ പൂജാരി പോലത്തെ സ്ത്രീ ആയതുകൊണ്ട് മേ ബി ഒരു ഹണ്ടിങ് ദേവതാ സങ്കല്പം ഉണ്ടായിരിക്കും. എത്ര കഷ്ടപ്പെടുന്നെന്ന് ആലോചിക്കണം. ഈസി ആയിട്ട് ഒരു ഹണ്ടറാണെന്ന് അംഗീകരിച്ചാൽ മതി, പക്ഷെ ഇങ്ങനെ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇവര് ഹണ്ടിങ് ദേവതകൾ ഉണ്ടായിരുന്ന ട്രൈബിൽ ബിലോങ് ചെയ്യുന്ന ആളായിരിക്കും. അതുകൊണ്ട് ഹണ്ടിങ് ദേവതയുടെ പ്രീസ്റ്റസ് ആയതുകൊണ്ട് ഹണ്ടിങ് ടൂൾസ്. അപ്പൊ പിന്നെയും പ്രശ്നമായി ഇതിന്റെ ലിത്തിക് അനാലിസിസ് ചെയ്ത്, അതായത് നമുക്ക് വർഷങ്ങൾ മുമ്പുള്ള, സെഞ്ചുറീസ് മുമ്പുള്ള ബ്ലഡ് ഇംപ്രിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതെല്ലാം യൂസ് ചെയ്തിരുന്ന ടൂൾസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പല പ്രാവശ്യം യൂസ് ചെയ്ത്, പല പ്രാവശ്യം വേട്ടയ്ക്ക് തന്നെ യൂസ് ചെയ്ത ടൂൾ ആണെന്ന് ഇത് കണ്ടുപിടിക്കപ്പെട്ടു. അപ്പൊ പിന്നെ ഇവർക്ക് അംഗീകരിക്കേണ്ടി വന്നു ഇത് ഹണ്ടർ ആണെന്നുള്ളത്. അപ്പൊ ഈ ഒരെണ്ണം അംഗീകരിച്ചപ്പം ഒരു വലിയ വ്യത്യാസം ഉണ്ടാവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പല ഗ്രേവുകളുള്ള സ്കെലിറ്റൻസ് റീഅനലൈസ്ഡ് ആവുകയാണ്. നേരത്തെ പുരുഷൻ എന്ന് മാർക്ക് ചെയ്ത ഗ്രേവ്സ്, നേരത്തെ ഗ്യാത്തറർ എന്ന് മാർക്ക് ചെയ്ത ഗ്രേവ്സ്, നേരത്തെ ഇതുപോലെ വോട്ടീവ് എന്ന് മാർക്ക് ചെയ്ത ഗ്രേവ്സ് എല്ലാം റീഅസസ്ഡ് ആകുകയാണ്. അപ്പൊ ആ സൈറ്റിൽ നിന്ന് തന്നെ 12ഓളം സ്കെലിറ്റൻസ് നമുക്ക് കിട്ടുകയാണ് സ്ത്രീ ഹണ്ടേഴ്സിന്റെ. സോ ഈ ഒരു ഹണ്ടറുടെ കാര്യം പറയുന്ന, ഈ ഹണ്ടറുടെ കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പലപ്പോഴും ചിന്ത ഇങ്ങനെയാണ്, ഒരു ജെൻഡർ സങ്കല്പ, നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ജെൻഡർ സങ്കല്പത്തിലേക്ക് നമ്മൾ ചരിത്രത്തിനെയും നമ്മൾ സ്കെലിറ്റൽ എവിഡൻസിനെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയും കൂട്ടിക്കെട്ടാൻ നോക്കും. ഈവൻ ദോ എവിഡൻസ് ഇതിനെല്ലാം കോൺട്രഡിക്ട് ചെയ്തായിരിക്കും എവിഡൻസ് നിൽക്കുന്നത്. പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ ആക്ച്വൽ സയന്റിഫിക് എവിഡൻസിൽ ബിലീവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പോസിബിൾ അല്ലെങ്കിൽ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ലൈൻ ഓഫ് എൻക്വയറി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള എവിഡൻസ് കിട്ടും. അതിന്റെ മറ്റൊരു ഉദാഹരണം പറയാം. എഗെയിൻ ഇത് ഞാൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഇതിവിടെ അതിന്റെ കൂടെ അനുബന്ധമായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. സോ വാട്ട് ഹാപ്പൻ ടു ദ ഹോൾ ഐഡിയ ഓഫ് വുമൺ ദ ഗാത്തറർ ആൻഡ് മാൻ ദ ഹണ്ടർ? ഇവര് ആണുങ്ങളുടെ കൂടുതലുള്ള ടെസ്റ്റോസ്റ്ററിനെയും അഗ്രസീവ്നെസ്സിനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് വെച്ചിട്ടല്ലേ? അപ്പൊ ഓൾറെഡി നരവംശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു സ്ത്രീയും പുരുഷനും വേട്ടയ്ക്ക് പോകുമായിരുന്നു എന്നുള്ളത്, സ്ത്രീയും പുരുഷനും ഗ്യാദർ ചെയ്യാൻ പോകുമായിരുന്നു എന്നുള്ളത്. ഇൻഫാക്ട് അവിടെ ജെൻഡർ അല്ലായിരുന്നു, മിക്കവാറും ഏജ് ആയിരുന്നു ഒരു ഫാക്ടർ. നിങ്ങൾ വേട്ടയ്ക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഫാക്ടർ. എബിലിറ്റി ആയിരുന്നു. നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാദർ ചെയ്യാനും പോകാനുള്ള സാഹചര്യമേ ഉള്ളൂ. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പം ലൂസി പോലെയുള്ള ഓസ്ട്രലോപിത്തക്കസ് അഫ്രനെസിസ് എവിഡൻസ് വെച്ചിട്ട് ഇതേ സമയത്തുള്ള മറ്റ് സ്കെലിറ്റനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്കെലിറ്റനുകളിലെല്ലാം തന്നെ കാണപ്പെടുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ മനുഷ്യനിലുള്ള സെക്ഷൽ ഡൈമോർഫിസം ഏകദേശം 12 to 13.5% ഉണ്ട്. പക്ഷെ നമ്മൾ ഏർലി സ്കെലിറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, മനുഷ്യന്റെ പരിണാമത്തോട് ചേർന്ന് നിൽക്കുന്ന സ്കെലിറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹണ്ടർ ഗ്യാദറർ ആയിരുന്ന സമയത്ത്, അതായത് പാലിയോളിത്തിക് ടു മെസോളിത്തിക് സമയത്ത്, അതായത് 35,000 വർഷം തൊട്ട് 7,000 വർഷം പുറകിലോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഫിസിക്കൽ ഡിഫറൻസ് 6% 7%, അതായത് ടൈഗറിന്റെ ഒക്കെ അത്രയും ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ തമ്മിൽ എന്നാണ് അന്നത്തെ ബോൺ ഡെൻസിറ്റിയും ബോൺ സ്ട്രക്ചറും ഒക്കെ കാണുന്ന. പൊക്കത്തിന്റെ കാര്യത്തിൽ, ഷോൾഡർ വലിപ്പത്തിന്റെ കാര്യത്തിൽ, ബ്രിഡിൽ ബോണിന്റെ കാര്യത്തിൽ,
ചീക്ക് ബോൺസിന്റെ കാര്യത്തിൽ എല്ലാം തന്നെ വ്യത്യാസം നമുക്ക് ആദിമ സ്കെലിറ്റണുകളിൽ കാണാൻ പറ്റും. അവിടെ എല്ലാം തന്നെ ആണിനോട് അനുപാതികമായിട്ട് ഏകദേശം നിൽക്കുന്ന ബോൺ ഡെൻസിറ്റി ഉള്ള ഫീമെയിൽ സ്കെലിറ്റൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓൾറെഡി നമുക്ക് സെക്ഷൽ ഡൈമോർഫിസം കുറവാണ്, പക്ഷെ ഇതിനേക്കാളും കുറവ് സെക്ഷൽ ഡൈമോർഫിസം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിൽ നിന്നാണ് നമ്മൾ ഏകദേശം ഡബിൾ 6 to 7% നിന്ന് നമ്മൾ ഏകദേശം 14% ചരിത്രപരമായിട്ടാണ് നമ്മൾ നീങ്ങിയത്. ബയോളജിക്കലി അല്ല, ഹ്യൂമൻ സോഷ്യൽ എവല്യൂഷന്, മനുഷ്യന്റെ സാംസ്കാരിക സാമൂഹിക പരിണാമത്തിന്റെ റീസൺ ആയിട്ട് കാരണമാണ് നമ്മളുടെ സെക്ഷൽ ഡൈമോർഫിസം കൂടുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് നിയോളിത്തിക് കാലഘട്ടത്തിലാണ്. ഇതിന്റെ എവിഡൻസ് ഗിവ് ചെയ്തത് അവരുടെ പണം ഇല്ല ഗേർഡ ലേണർ എന്ന് പറഞ്ഞ ഒരു സ്കോളറാണ്. അപ്പം ഗേർഡ ലേണർ എന്ന് പറഞ്ഞ സ്കോളറിന് എന്തെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം. സ്ലൈറ്റ്ലി കോംപ്ലക്സ് വർക്കാണ്. ക്രിയേഷൻ ഓഫ് പേട്രിയാർക്കി എന്നാണ് വർക്കിന്റെ പേര്. എങ്ങനെയാണ് ഈ ലോകം പേട്രിയാർക്കലായി മാറിയത് എന്നുള്ളൊരു എൻക്വയറിയാണ്. അപ്പൊ അവര് പറയുന്നത്, ഇപ്പം നേരത്തെ സെഷനിൽ നിങ്ങൾ സമ്പത്ത്, അധികാരം, റിസോഴ്സസ്, വർക്ക്, ഇതിലെല്ലാം തന്നെ പുരുഷനൊരു കൂടുതൽ പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ്, ഒരു മുൻകൈ എങ്ങനെയാണ് കിട്ടിയത്? ഒരു സുപ്രഭാതത്തിൽ എണീറ്റപ്പോ ആണുങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചല്ലോ ഇങ്ങോട്ട് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്ത് കളയാം. ഇതിന്റെ പുറകിൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ് ഉണ്ട്. ഈ ഹിസ്റ്റോറിക്കൽ പ്രോസസ് എന്താണെന്നുള്ള എൻക്വയറിയാണ് ഗേർഡ ലേണർ ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ഹണ്ടർ ഗാദറർ സൊസൈറ്റിയില് നമ്മൾ പിന്നീട് കാണുന്ന, അതായത് കൃഷി വന്നു കഴിഞ്ഞ സൊസൈറ്റിയിൽ നിന്ന് കുറവ് ഡിസ്ക്രിമിനേഷൻ ആണ് കാണുന്നതെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഈ സ്കെലിറ്റൽ എവിഡൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പറയാൻ പറ്റുന്നത് കൃഷി ഉണ്ടായി വന്ന ലോകത്തിനേക്കാളും കുറെ കൂടെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടായിരുന്ന ഒരു ലോകമായിരുന്നായിരിക്കണം ഹണ്ടർ ഗ്യാദറേഴ്സിന്റെ ലോകം. പക്ഷെ കൃഷി വന്നു കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഈ ലോകത്ത് വന്നതാണ്. നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഏംഗൽസിനെ വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി വായിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. കാരണം ഇത് ഗേർഡ ലേണർ പറയുന്നതിന് വർഷങ്ങൾ മുമ്പേ തന്നെ ഏംഗൽസ് ഇതിനെ കുറിച്ചുള്ള റെഫറൻസസ്, ഇത് എക്സാക്ട് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഏംഗൽസിന്റെ റൈറ്റിംഗിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഗേർഡ ലേണർ വാദിക്കുന്നത് ഇങ്ങനെയാണ്: കൃഷി വന്നു കഴിഞ്ഞ ഒരു നിയോളിത്തിക് സമൂഹത്തിൽ, ദാറ്റ് ഈസ് സംവെയർ ബിറ്റ്വീൻ 7000 BCE and 4000 BCE, ഈ ഒരു ലോകത്തിന് വലിയൊരു വ്യത്യാസമുള്ള ലോകമാണ്. എന്താണ് വ്യത്യാസം? ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റിക്ക്, അല്ലെങ്കിൽ വേട്ടയാടി ശേഖരിച്ചിരിക്കുന്ന ഒരു സൊസൈറ്റിക്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമാണ്. കാരണം എന്താ? നമ്മൾ വേട്ടയ്ക്ക് പോവുകയാണെങ്കിലും ശേഖരിക്കുകയാണെങ്കിലും ഫുഡ് സെക്യൂരിറ്റി ഇല്ല. ഇന്ന് ചിലപ്പോൾ നമുക്കൊരു ജീവിയൊക്കെ കൊന്ന് നമുക്ക് ഇന്ന് നമ്മുടെ ട്രൈബിന് അല്ലെങ്കിൽ ക്ലാനിന് ഭക്ഷണം ഉണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഇന്ന സീസണിൽ ഇന്ന ഫ്രൂട്ട്സ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഫ്രൂട്ട്സ് കഴിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഉറപ്പോടെ നമുക്ക് ഭക്ഷണം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഇവരെ തീറ്റിപ്പോറ്റാൻ പറ്റില്ല. രണ്ട്, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അത് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ മരിച്ചു. എഗെയിൻ വേട്ടയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ മരിച്ചു. അപ്പൊ പോപ്പുലേഷൻ എപ്പോഴും കുറവായിരിക്കും. ആ പോപ്പുലേഷൻ കുറഞ്ഞു തന്നെ ഇരിക്കുന്നതുമാണ് ഒരു ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റിന് അഭികാമ്യം. കാരണം 50 പേരെയും കൊണ്ട് വേട്ടയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, മൃഗം ഓടിപ്പോകുമല്ലോ. സോ ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റിന് ചെറിയ പോപ്പുലേഷൻസ് ആണ് ഏറ്റവും അഭികാമ്യം. പക്ഷെ നമ്മളൊരു കാർഷിക വൃത്തിയിലേക്ക് വന്ന ഒരു സൊസൈറ്റിക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരെ വേണം. കാരണം കൃഷി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കൃഷി ചെയ്യണമെങ്കിൽ തന്നെ ആ കാർഷിക വൃത്തിയിൽ തന്നെ ഒരുപാട് പേര് വേണം. പക്ഷെ കൃഷി ചെയ്ത ഉൽപ്പന്നം ശേഖരിച്ചു വെക്കാൻ നമുക്ക് അറപ്പുരകൾ വേണം. അപ്പൊ എന്താ, ഈ അറപ്പുരകളും വീടുകളും കെട്ടുന്ന ബിൽഡേഴ്സിനെ വേണം. ബിൽഡേഴ്സിനെ മാത്രം മതിയോ? ഈ ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്ന ബ്രിക്ക് മേക്കേഴ്സിനെ നമുക്ക് വേണം. ഈ കൃഷിക്ക് വെള്ളം കൊണ്ടുവരുന്നവരെ നമുക്ക് വേണം. ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ വേണം. ഇനി ഈ കൃഷി നശിച്ചു പോകാതിരിക്കാൻ ഈ കൃഷിയെ കാക്കാൻ വേണ്ടി വാരിയേഴ്സിനെ നമുക്ക് വേണം. ഇങ്ങനെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല പല ജോലികൾ ചെയ്ത് ശേഖരിച്ചു വെക്കാൻ വേണ്ടി സ്റ്റോറേജ് ഓപ്ഷന് പോട്ട് മേക്കിംഗ് ആയിട്ടുള്ള കുമ്ഹാരന്മാരെ വേണം. അപ്പൊ കൃഷി ചെയ്യുന്ന ഒരു സമൂഹം വളരെ അതിന്റെ ഒരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് സെഡൻഡറി സമൂഹം, ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരായിട്ട് മാറുകയാണ്. അപ്പൊ ഒരു സ്ഥലത്ത് താമസിച്ചു തുടങ്ങുമ്പോൾ തന്നെ
പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന മനുഷ്യരെ ആ സമൂഹത്തിന് ആവശ്യമാണ്. അപ്പൊ ഈ പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ നിരന്തരമായിട്ട് ആ ഗ്രൂപ്പുകളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ പോപ്പുലേഷൻ ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയിൽ നിന്ന് ഡൈമെൻഷനലി കൂടിയാൽ മാത്രമേ കൃഷി ചെയ്യുന്ന ഒരു സൊസൈറ്റിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പോപ്പുലേഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് സ്ത്രീകൾ പ്രസവിക്കണം. അപ്പൊ ആ സമയത്തുള്ള സ്കെലിറ്റൻസിലാണ് നമ്മൾ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് മെറ്റേണൽ മോർട്ടാലിറ്റി കാണുന്നത്. അതായത് അമ്മയും കുഞ്ഞും പ്രസവത്തിൽ മരിച്ചുപോയ സ്കെലിറ്റൻസ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ അമ്മയും കുഞ്ഞും എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് 12 വയസ്സും 11 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളുടെ സ്കെലിറ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ബറിയലിന്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങളുടെ ബറിയൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം പ്രസവത്തിൽ മരിച്ചു പോകുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ലഭിച്ച കേവ് പെയിന്റിങ്സിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ സ്കെലിറ്റൽ എവിഡൻസിലാണെങ്കിലും ശരി, മെച്യൂർഡ് ആയിട്ടുള്ള സ്ത്രീകൾ ബർത്ത് കൊടുത്തതിന്റെ എവിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ ഏജ് കുറഞ്ഞു വരുന്നത് ഇതാണ്. പോപ്പുലേഷൻ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ കൊച്ചിലേ തന്നെ സ്ത്രീകളെ പ്രസവിപ്പിക്കണം, അല്ലെങ്കിൽ കൊച്ചിലേ തന്നെ. ആ സമയത്തൊന്നും ഫാമിലി ഇല്ല, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്, ഫാമിലി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് തന്നെ കൂടുതൽ കുട്ടികൾ ജനിക്കണം. അപ്പൊ നിരന്തരമായിട്ട് പ്രസവിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു നെസസിറ്റി സ്ത്രീകളുടെ പുറത്ത് വരികയാണ് ആ ഒരു സമയത്ത്. ഇങ്ങനെ നിരന്തരമായിട്ട് പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് what will also happen to their bodies? ഈ ശരീരങ്ങൾ ചുരുക്കപ്പെടും, ഈ ശരീരങ്ങളുടെ ബോൺ ഡെൻസിറ്റി കുറയും. അതുപോലെ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുമോ? നേരത്തെ ഹണ്ടിങ്ങിനും ഗ്യാതറിങ്ങിനും ഒക്കെ പോകാൻ പറ്റുമായിരുന്നു. നിരന്തരമായിട്ട് പ്രസവിച്ചുകൊണ്ടിരുമ്പോൾ കൃഷിക്ക് പോകാൻ പറ്റുമോ? മൈനിങ്ങിന് പോകാൻ പറ്റുമോ? സോ ഈ 10 മാസമാണ് ഗസ്റ്റേഷണൽ പീരീഡ്. അതിലൊരു 3 മാസമെങ്കിലും വീട്ടിലിരിക്കണം. ഇന്നത്തെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉള്ള സമയത്താണ് ഈ 3 മാസം ആകുന്നത്. ആ ഒരു സമയത്ത് മേ ബി ആ ഹോൾ ഗസ്റ്റേഷണൽ പീരീഡിൽ ഇരിക്കണം. അപ്പൊ സ്ത്രീക്ക് വെളിയിൽ പോകുന്ന അവസരങ്ങൾ കുറയുകയാണ്. അറ്റ് ദ സെയിം ടൈം നിരന്തരമായിട്ട് പ്രസവിക്കേണ്ട വരികയാണ്. അപ്പൊ എന്ത് സംഭവിക്കുകയാണ്? സ്ത്രീ ശരീരങ്ങൾ ട്രങ്കേറ്റ് ചെയ്യപ്പെടുകയാണ്, ചുരുക്കപ്പെടുകയാണ്. സ്ത്രീയുടെ ബോൺ ഡെൻസിറ്റി കുറയുകയാണ്. ഈ എല്ലാ റീസൺസും കാരണമാണ് സെക്ഷൽ ഡൈമോർഫിസം കൂടിക്കൂടി വരുന്നത്. ബോൺ ഡെൻസിറ്റിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പൊക്കത്തിന്റെ കാര്യത്തിൽ കാരണം വളരെ കൊച്ചിലേ തന്നെ പ്രസവിച്ചു തുടങ്ങുകയാണ്. പിന്നെ ഗ്രോത്തിനുള്ള പോസിബിലിറ്റീസ് കുറയുകയാണ്. ന്യൂട്രീഷണൽ കണ്ടന്റിന്റെ കാര്യത്തിൽ ഇതേ സമയത്ത് പുരുഷന്മാരുടെ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്ന വളരെ ഹാർഡ് ആയിട്ടുള്ള ജോലികൾക്ക് പുരുഷന്മാരെ വിടുകയാണ്. അതുകൊണ്ട് വളരെ ഹാർഡ് മൊണോട്ടണസും ആയിട്ടുള്ള ജോലികൾക്ക് പുരുഷന്മാർ പോകുമ്പോൾ എന്ത് ചെയ്യാണ്? അവർക്ക് ഹൈ ന്യൂട്രീഷണൽ കണ്ടന്റ് ഉള്ള ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. സോ അന്ന് തൊട്ടുള്ള ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി സ്ത്രീ ശരീരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എനിക്ക് ഈ ജെൻഡറിന്റെ വിഷയം പ്രസംഗിച്ചിട്ടുള്ള മിക്ക സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക 12,000 വർഷത്തെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ബെയർ ചെയ്യുന്ന ഒരു ശരീരമാണ് നിങ്ങളുടെ. പക്ഷെ ആ ഒരു ശരീരം ഇല്ലായിരുന്നെങ്കിൽ സിവിലൈസേഷൻ ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ സിവിലൈസേഷന് വേണ്ടി കൊടുത്ത വിലയാണ് സ്ത്രീ ശരീരങ്ങൾ ചെറുതായി മാറിയത്, സ്ത്രീ ശരീരങ്ങൾ ലെസ് ഡെൻസ്, സ്ത്രീ ബോൺസ് ലെസ് ഡെൻസ് ആയിട്ട് മാറിയത്, സ്ത്രീയുടെ പൊക്കം കുറഞ്ഞത്, സ്ത്രീയുടെ ശരീരം സോഫ്റ്റ് ആയി മാറിയത്. കാരണം മദർഹുഡ് എന്നുള്ള ഒറ്റ ലാക്കിലേക്ക് സ്ത്രീയെ കൊണ്ട് കെട്ടിയൊരു കാർഷിക വൃത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് മദർഹുഡ് എന്നുള്ള ഐഡിയനെ ഭയങ്കരമായിട്ട് പ്രകീർത്തനപരമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ്. അമ്മ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടായി വരുന്നത്, അമ്മ എന്നുള്ള ഒരു റോളിനെ വീണ്ടും വീണ്ടും ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്. കാരണം ഇത് പറഞ്ഞാലല്ലേ സ്ത്രീകൾ വീണ്ടും ഇവിടെ പ്രസവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള പ്രക്രിയയിൽ വീണ്ടും വീണ്ടും സ്ത്രീകൾ പോകും. മദർഹുഡിലൂടെ മാത്രം സ്ത്രീക്ക് ഡിഗ്നിറ്റി കൊടുക്കുന്ന ഒരു സൊസൈറ്റിയായി. അതുകൊണ്ടാണ് പല സ്ത്രീ ശാക്തീകരണത്തിന് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് ഓർമ്മ വരും, നമ്മൾ ഏതെങ്കിലും ഒരു ലീഡറിനോട് വിളിച്ച് സംസാരിക്കണം, നിങ്ങൾ 5 മിനിറ്റ് ഒരു വുമൻസ് ഡേക്ക് ഒരു പ്രസംഗിക്കാവോ, വിമൻസ് എംപവർമെന്റ് പറയാമോ എന്ന് ചോദിച്ചാൽ ആദ്യം പറയും, ഞാൻ കണ്ട ഏറ്റവും വലിയ ശക്തയായ സ്ത്രീ എന്റെ അമ്മയാണ്. സ്ത്രീ കേട്ടിട്ടില്ലേ? വേറൊരു സ്ത്രീകളെ ഇവർ കണ്ടിട്ടില്ലേ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞാൻ കണ്ട ഏറ്റവും നല്ല ശക്തയായിട്ടുള്ള സ്ത്രീ ഗൗരിയമ്മയാണ്?
എന്ന് പറഞ്ഞൂടെ? ഝാൻസി റാണിയാണ് പറഞ്ഞൂടെ? ഇവരെന്നെ കേട്ടിട്ടുള്ള കുറെ പേര് കാണുമല്ലോ. പക്ഷെ ഇങ്ങനെ തിങ്ക് ചെയ്യാനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു സ്ത്രീയാണ് പ്രസംഗിച്ചാലും ഇതന്നെ പറയും. പുരുഷൻ മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തിയായ സ്ത്രീ എന്റെ അമ്മയാണ്. കാരണം അമ്മ എന്നുള്ള ആ ഒരു ഇമേജിലേക്ക് മാത്രം സ്ത്രീയെ തളച്ചിടപ്പെട്ടത് ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ്. ഇത് വിവേചനം തന്നെയാണ്. സ്ത്രീകൾക്ക് ഒരുപാട് കപ്പാസിറ്റീസ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് കപ്പാസിറ്റി മദർഹുഡ് ആണ്. ഇത് പ്രൊവോക്കേറ്റീവ് ആണ്, മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് ഇസ് ഓക്കെ. ഗോ ഹോം ആൻഡ് നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കുക. ഹൺഡ്രഡ്സ് ഓഫ് കപ്പാസിറ്റി എന്ന അച്ഛനാകുന്നതാണ് ഒരു പുരുഷന്റെ ജീവിതത്തിലെ സായുജ്യം. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അച്ഛനാകുമ്പോഴാണ് പുരുഷൻ പൂർണ്ണനാകുന്നത്. എന്തെങ്ങനെയൊന്നും പറയാത്ത രണ്ടുപേരും കൂടെ ചെറുപ്പന്റെ പിള്ളേരുണ്ടാവുന്നത്. ഇത് പറഞ്ഞു കേൾക്കില്ലല്ലോ. അല്ലെങ്കിൽ ഏറ്റവും എന്റെ ഫാമിലിയിൽ ഏറ്റവും ത്യജിച്ചു നിൽക്കുന്ന എന്റെ അച്ഛനാണ്. യു ഡോണ്ട് ഹിയർ ദിസ്. ചിലപ്പോ ഏറ്റവും ത്യജിച്ചിരിക്കുന്ന അച്ഛൻ തന്നെ ആയിരിക്കും. പക്ഷെ ഇത് എന്നാലും നമ്മൾ കേൾക്കില്ല. കാരണം ഇത് പേട്രിയാർക്കി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സ്ത്രീയെ നമ്മൾ നോക്കുമ്പോൾ അമ്മ എന്നുള്ള കാസ്റ്റിലൂടെ നമ്മൾ നോക്കണം. സ്ത്രീക്ക് ഡിഗ്നിറ്റി കൊടുക്കുന്ന രണ്ട് സന്ദർഭങ്ങളേ ഉള്ളൂ. ഒന്ന് അത് മാരേജും, രണ്ട് മദർഹുഡും. അതുകൊണ്ടാ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പല ഫ്രണ്ട്സും അന്ന് ഇപ്പോഴത്തുള്ള ചില കുട്ടികളുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി കുട്ടികളൊക്കെ ഒരുപാട് മുമ്പിലോട്ട് പോയി. They were more excited about their wedding than their marriage. കല്യാണ സാരി എന്തെടുക്കും, സ്വർണ്ണ എവിടെ നിന്ന് എടുക്കും, ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആരെയാ കല്യാണം കഴിക്കാൻ പോണേ? Do you even know that person? നിങ്ങൾക്ക് അറിയാവോ ഈ മനുഷ്യന്? നിങ്ങൾ അയാളോട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതൊന്നും കൺസേൺ അല്ല. കൺസേൺ എന്താ? ഗംഭീരമായിട്ടൊരു കല്യാണം നടന്ന ആ കല്യാണത്തിന് സമയത്ത് സെന്റർ ഓഫ് അട്രാക്ഷൻ ആരാണ്? അത് ഒരിക്കലും വരനല്ല, വധുവാണ്. കാരണം എന്താ? കാരണം മാരേജ് നടക്കണം. ആ സിഗ്നിഫിക്കൻസ് ആ ഒരു സമയത്തെങ്കിലും സ്ത്രീക്ക് കൊടുത്താൽ മാത്രമേ സ്ത്രീ ഇതിനെ റെഡിമിയാവുള്ളൂ. സോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് നമുക്ക് ലെറ്റസ് ഗീവ്. ബാക്കി ഏതെങ്കിലും ഒരു റിച്വലിന് സ്ത്രീക്ക് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജനിച്ചോട്ട് മരണം വരെ. ബട്ട് വെഡിങ്ങിന് ഈ സിഗ്നിഫിക്കൻസ് വരും. അല്ലെങ്കിൽ വളകാപ്പ് പോലുള്ള ചടങ്ങുകൾക്ക് സിഗ്നിഫിക്കൻസ് വരും. കാരണം എന്താ? ആ സമയത്ത് മാത്രം ഒരു ഹൈ കിട്ടും സ്ത്രീകൾക്ക്, ഡിഗ്നിറ്റി കിട്ടുകയാണ് ആ ഒരു സമയത്ത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന രീതിയിൽ സമൂഹം അത് ഇന്ന് വരെയും നമ്മൾ കാണുന്നതാണ്. അത് സിനിമയിൽ കൂടെ, ലിറ്ററേച്ചറിൽ കൂടെ വീണ്ടും വീണ്ടും റീഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം തുടങ്ങുന്നത് about 7,000 years ago in 4000 BC. പക്ഷെ ഇത് മാൻ ദ ഹണ്ടറിന്റെ കാര്യത്തിലാണെങ്കിലും നിയോളത്തിക് കാലഘട്ടത്തിലാണെങ്കിലും ഇത്രയും സയന്റിഫിക് എവിഡൻസ് ഞാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ഒറ്റ റീസണേ ഉള്ളൂ. ഫിസിക്കലായിട്ട് പുരുഷന് ശക്തി വന്നത് ചരിത്രപരമായാണ്. ബയോളജിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. രണ്ട് രീതിയിൽ ന്യൂട്രീഷൻ കൊടുത്തും, രണ്ട് രീതിയിലുള്ള ജോലികളിൽ ഏർപ്പാടാക്കിയും, രണ്ട് രീതിയിൽ മനുഷ്യന്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിനെയും മനുഷ്യന്റെ ലേബറിനെയും എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇന്ന് രണ്ട് രീതിയിലുള്ള പുരുഷ സ്ത്രീ ശരീരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ബിക്കോസ് ഇനി ഗാഡാലാൻഡർ അവിടെ പറഞ്ഞു നിർത്തുന്നില്ല. അവര് വളരെ ഭംഗിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അവരുടെ ബുക്കിന്റെ അവസാനത്തെ ചാപ്റ്ററിൽ. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യൻ തമ്മിലുള്ള വിവേചനം ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലാണ് തുടങ്ങിയതെങ്കിൽ, മനുഷ്യനാൽ നിർമ്മിതപ്പെട്ടതാണെങ്കിൽ അത് മനുഷ്യനാൽ അപനിർമ്മിക്കപ്പെടാം. മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിൽ ഓപ്പറേഷൻ തീർക്കാനും പറ്റും. പക്ഷെ അതിന് ഞാനും നിങ്ങളും വിചാരിച്ചാൽ മാത്രമേ ആ ഓപ്പറേഷൻ തീർക്കാൻ പറ്റുള്ളൂ. ഐ ഹാവ് ഗിവൻ യു ഓൾ ദ സയന്റിഫിക് പ്രൂഫ്. പക്ഷെ ഈ സയൻസിൽ ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിക്കാം. നമ്മൾ ഇന്ന് 100 ഗാദറേഴ്സ് ആയിട്ടാണോ ജീവിക്കുന്നത്? ഇന്ന് നമ്മൾ നിയോളത്തിക് യുഗത്തിലാണോ ജീവിക്കുന്നത്? പിന്നെ അന്നത്തെ ലോജിക്കും കൊണ്ട് എന്തിനാ വരുന്ന ചേട്ടാന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യത്തിൽ ഇത് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി ഡൂയിങ് മൈ ജോബ് ആസ് എ ഹിസ്റ്റോറിയൻ ആസ് വെൽ. നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്
പെർട്ടിക്കുലർലി ക്യൂർ സമൂഹങ്ങളുടെ കാര്യം വരുമ്പം ഇതെല്ലാം ഈ റീസെന്റ് ആയിട്ടാണല്ലോ വന്നത്. ഈ മനുഷ്യരൊക്കെ എവിടെയായിരുന്നു ഇതിനു മുമ്പ്? ആക്സെപ്റ്റൻസ് കിട്ടിയപ്പോ മാത്രമാണല്ലോ നമുക്ക് ട്രാൻസ് പീപ്പിളിനെ കാണാൻ പറ്റുന്നത്, ഹോമോസെക്ഷൽ പീപ്പിളിനെ, ലെസ്ബിയൻ പീപ്പിളിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനൊരു എക്സർസൈസ് പറയട്ടെ. എന്റെ കൂടെ നിങ്ങൾ ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞു പറ. ലെസ്ബിയൻ 2 പ്രാവശ്യം പറ. ഹോമോസെക്ഷൽ, ഹോമോസെക്ഷൽ, ലെസ്ബിയൻ, ലെസ്ബിയൻ, ട്രാൻസ് വുമൺ, ട്രാൻസ് മാൻ. ഈ ലോകത്ത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇല്ല. ഒന്നിലും നിങ്ങൾക്ക് ട്രാൻസ് വുമൺ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാൻസ് മാൻ ഉണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിന്റെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ട്രാൻസ് സ്ത്രീകളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്നത്. കാരണം കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് ട്രാൻസ് സ്ത്രീകൾക്കാണ്. നമ്മുടെ ഒരു അൺഫോർച്ചുനേറ്റ് വിചാരം ഇതാണ്. മോഡേണിറ്റിയുടെ ഭാഗം 2 ക്ലെയിംസ് കേൾക്കാറുണ്ട്. ഒന്ന്, ഈ മോഡേൺ കാലഘട്ടത്തിൽ മാത്രമാണ് ഇവരെ കാണുന്നത്, അതിന് മുമ്പേ ഇവരെ കണ്ടിട്ടില്ലല്ലോ, ഇവരില്ലായിരുന്നു, മനുഷ്യന് പണ്ട് 2 ജെൻഡർ അല്ലെങ്കിൽ 2 സെക്സേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം പുതിയതായിട്ട് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പുതിയതായിട്ട് വന്നതല്ല, നിങ്ങൾക്ക് ഇപ്പോഴേ പുതിയതായിട്ട് മനസ്സിലായിട്ടുള്ളൂ. ഇവര് മിലീനിയാസ് ആയിട്ട് മനുഷ്യന്റെ ഉത്ഭവം തൊട്ട് ഉള്ള ജെൻഡേഴ്സ് ആണ്. 1. 2 വരുന്നത് ഇത് വെസ്റ്റേൺ കൺസ്ട്രക്റ്റ് ആണ്. ഇത് നമുക്ക് വെസ്റ്റിൽ നിന്ന് വന്ന ഐഡിയാസ് ആണ്. ഈ ഹോമോസെക്ഷുവാലിറ്റിയും ലെസ്ബിയനിസും ഒക്കെ ഇതൊക്കെ പറയാൻ പോലും നമുക്ക് മടിയാണ്. ഇത് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞാനൊരു ഹെറ്ററോസെക്ഷൽ സ്ത്രീ എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് പറയാൻ പറ്റണം ഞാനൊരു ലെസ്ബിയൻ സ്ത്രീയാണ് എന്നുള്ളത്. ഇത് നമുക്ക് പറയാൻ പറ്റാത്തത് നമ്മളെ ഇന്നും ഭരിക്കുന്നത് വളരെ ഹെറ്ററോനോമേറ്റീവ് ആയിട്ടുള്ള, വളരെ പേട്രിയാർക്കിയൽ ആയിട്ടുള്ള ഐഡിയോളജി നമ്മളെ ഭരിക്കുന്നുണ്ടെന്ന് നമുക്കിത് പറയാൻ പോലും പേടിയാകും. അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ എന്തോ ഒരു ചളുപ്പ് തോന്നുന്നു. ഇത് പറയണം, ഇത് നമ്മുടെ വ്യവഹാര ഭാഷയുടെ ഭാഗമായി മാറണം. മെനിസ്ട്രേഷൻ എന്നുള്ളത് നമ്മളിപ്പോ പറയുന്നില്ലേ വളരെ ഈസി ആയിട്ട്. 10 വർഷം മുമ്പേ എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പറയാൻ, പബ്ലിക്കായിട്ട് പറയാൻ ഭയങ്കര മടിയായിരുന്നു. എന്റെ അമ്മൂമ്മയ്ക്ക് ഇപ്പോഴും പേടിയും മടിയൊക്കെയാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്യൂർ എന്നുള്ള വേർഡും ലെസ്ബിയൻ എന്നുള്ള വേർഡും ഹോമോസെക്ഷൽ എന്നുള്ള വേർഡും. ഇതൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യങ്ങളായിട്ട് അനക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരന്റെ അവന്റെ DP-യിലുള്ള കാര്യമാണ് ഇങ്ങനെയാണ്, ഡോണ്ട് വെറി ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി നാച്ചുറൽ എന്ന്. എന്താണ് എല്ലാം നമ്മള് സമൂഹത്തിൽ മാത്രമല്ല നമ്മള് നേച്ചറിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. 40ഓളം സ്പീഷീസുകൾ ഹോമോസെക്ഷുവാലിറ്റിയുടെ എവിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹ്യൂമൻ സ്പീഷീസിന് നമുക്ക് ഹോമോസെക്ഷുവാലിറ്റി കാണാൻ പറ്റും, ലെസ്ബിയനിസം കാണാൻ പറ്റും. ഇപ്പം എനിക്ക് ബാക്കിയുള്ള സ്പീഷീസിനെക്കാളും കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് ചരിത്രത്തിൽ നിന്നാണ്. നിങ്ങൾ ഹാരപ്പൻ സംസ്കാരം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നും നമ്മൾ ഹ്യൂമൻ ഫിഗറീൻസ്, ഇങ്ങനെ ആൾ രൂപങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ ആൾ രൂപങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ അന്ന് നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ബട്ട് ഇന്റർസെക്സ് ആയിട്ടുള്ള ജെനിറ്റാലിയ ഉള്ള മനുഷ്യരുടെ ഫിഗറീൻസ് നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നേ കിട്ടിയിട്ടുണ്ട്. ബ്രസ്റ്റും പീനസും ഒരുമിച്ചുള്ള രൂപങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പീനസും ബ്രസ്റ്റും എന്താണ് വെജൈന പോലെ അല്ലാത്ത രൂപങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില രൂപങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർലി ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത രീതിയിലുള്ള രൂപങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷാരി ആർ ക്ലാർക്ക് എന്ന് പറയുന്ന, അതും ഈ നമ്മൾ ഇത് വെറുതെ ക്രിയേറ്റ് ചെയ്തിട്ടല്ല, നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഓർണമെന്റഡ് ആയിട്ടുള്ള രൂപങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. മാലകൾ അണിഞ്ഞ, കമ്മലുകൾ അണിഞ്ഞ രൂപങ്ങളാണ്. അപ്പൊ വെൽത്ത് ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റീസിൽ നിന്ന് വന്ന ഇന്റർസെക്സ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കണം എന്നാണ് നിഗമിക്കുന്നത്. ഈ രണ്ടാമത്തെ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ ഹെഡ് ഗിയർ ഉള്ള, നേരത്തെ പല അമ്മ ദൈവങ്ങൾ അല്ലെങ്കിൽ മദർ ഗോഡസ് എന്നുള്ള ലാർജ് അംബ്രേല കാറ്റഗറിയിൽ ബ്രാൻഡ് ആക്കപ്പെട്ട പല രൂപങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവ പലതും തന്നെ ഇന്റർസെക്സ് മനുഷ്യരുടെ രൂപങ്ങളാണ്. ഇത് ഹാരപ്പൻ സംസ്കാരത്തിൽ മാത്രമല്ല, ഇനാന എന്ന് പറയുന്ന മെസപ്പൊട്ടേമിയൻ ദേവിയുടെ സിഗുറാത്തിൽ നിന്ന് നമുക്ക് സെവറൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അവിടെ പൂജാരികളായിട്ട് നിന്നത് മിക്കതും ഇന്റർസെക്സ് വ്യക്തികളാണ് എന്നുള്ളത്. ഞാൻ പേഴ്സണലി പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈജിപ്റ്റ്. ഈജിപ്തിലെ ഹുപ്പി എന്ന് പറഞ്ഞ
ഒരു ദേവതാ സങ്കല്പമുണ്ട്. അതായത് ഈ ഹുപ്പി സെക്കൻഡ് കിങ്ഡം ആണ്, വിച്ച് മീൻസ് 3500 to 3500 to 2900 BC-യിലുള്ള സങ്കല്പമാണ്. ഹുപ്പി എന്ന് പറയുന്ന നൈലിന്റെ ദേവതയാണ്. നൈൽ നദിയെ അവര് ദേവതയായിട്ട് സങ്കല്പിക്കുകയാണ്. പക്ഷെ ദേവനും അല്ല ദേവിയല്ല, ദേവതാ സങ്കല്പമാണ്. അതുകൊണ്ടാണ് ഹുപ്പിക്ക് യു ക്യാൻ സി എ ബ്രസ്റ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ബാക്കി ഒരു സൈഡിൽ ബ്രസ്റ്റ് ഉണ്ട്, ഒരു സൈഡിൽ ചെസ്റ്റഡ് ആണ്, ബ്രസ്റ്റ് ഇല്ലാത്ത ചെസ്റ്റ് ആണ്. എന്താണ്, ഒരു പോട്ട് ബെല്ലി, ഒരു വയറും ഉണ്ട്. കാരണം എന്താ, അവര് നൈലിനെ കണ്ടിരുന്നത് അമ്മയായിട്ടും അച്ഛനായിട്ടുമാണ്. കാരണം നൈലുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത്, അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അമ്മയായിട്ട് കാണുന്നു. നൈല് തന്നെയാണ് മറ്റ് എനിമീസിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ അച്ഛനായിട്ടും കാണും. അപ്പൊ ഹുപ്പി എന്നുള്ള ഒരു ദേവതാ സങ്കല്പം തന്നെ, അതായത് 3000 BC-യിൽ നിലനിന്നിരുന്ന ദേവതാ സങ്കല്പം തന്നെ ഒരു ഇന്റർസെക്സ് സങ്കല്പമാണ്. ഈജിപ്തിൽ തന്നെ നമ്മൾ ന്യൂ കിങ്ഡം പീരീഡിൽ പോയി കഴിഞ്ഞാല് ഖുനും ഹൊത്തേപ് നിയാൻ ഖുനും എന്ന് പറഞ്ഞ രണ്ട് ഹോമോസെക്ഷൽ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നതാണ്. അന്ന് വളരെ ഇന്റിമേറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടിരുന്ന രണ്ട് റോയൽ അധികാരികളുടെ ട്യൂമ്പ് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ പിരമിഡ് എന്ന് വിളിക്കാം, പക്ഷെ അവരതിനെ മസ്തബ എന്നാണ് വിളിക്കുന്നത്. കാരണം വലിയ പിരമിഡ് അല്ല, ചെറുതല്ല, ഇതിനേക്കാളൊക്കെ വലുതാണ്. ഒരു ശവകുടീരമാണ്. ആ ശവകുടീരത്തിൽ നിന്ന് ഇവര് രണ്ടുപേരും ഈജിപ്ഷ്യൻ ഫറവോന്റെ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഫറവോ എന്ന് പറയുന്ന ടേം തെറ്റാണ് ആക്ച്വലി, ഈജിപ്ഷ്യൻ എംപററിന്റെ മാനിക്യൂറിസ്റ്റുകളായിട്ടുള്ള, അതായത് നമ്മൾ പറയുന്ന നഖം മിനുക്കുകാരെന്നാണ്, പക്ഷെ അതൊരു പദം മാത്രമാണ്. ശരിക്കും ഈ രാജാവിന്റെ ഈജിപ്ഷ്യൻ രാജാവിനെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഇങ്ങനെ തൊപ്പിയും താടിയൊക്കെ വെച്ചിട്ട് ഉള്ള. അപ്പൊ ഈ തൊപ്പിയും താടിയും ഒക്കെ വെച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്രയും വിശ്വസ്തന്മാരെ മാത്രമേ ഈ ജോലി ഏൽപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ രാജാവിന്റെ അംഗരക്ഷകരായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇവര്. കാരണം എന്താ, രാജാവിന്റെ ശരീരത്തിനോട് ഇവർക്ക് ആക്സസ് കിട്ടുന്നതുകൊണ്ട് രാജാവിനെ അപായപ്പെടുത്താം. അപ്പൊ അത്രയും വിശ്വസ്തതയുള്ള ആൾക്കാരെ മാത്രമേ ഈ മാനിക്യൂറിസ്റ്റ് ജോബിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷന് തെരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ റോയൽ മാനിക്യൂറിസ്റ്റുകളായിട്ടുണ്ടായിരുന്ന രണ്ട് ഇന്റിമേറ്റ് പാർട്ട്നേഴ്സ് ആയിരുന്നു നിയാം ഖനു, ഖനും ഹൊത്തേപ്പ്. എഗെയിൻ നമ്മൾ ആ വുമൺ ദി ഹണ്ടറിൽ കണ്ടതുപോലെ ആദ്യം ഇവരുടെ ഗ്രേവ് കണ്ടുപിടിച്ചപ്പോ ആ ഗ്രേവിൽ ഉണ്ടായിരുന്ന, നമുക്ക് വേണമെങ്കിൽ ഹൈറോഗ്ലിഫിക്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടെക്നിക്കൽ എൻഗ്രേവിംഗ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഇമേജ് ആണിത്. രണ്ട് പുരുഷന്മാർ വളരെ അടുത്ത് നിൽക്കുന്നത്. അപ്പോഴും ഈജിപ്റ്റോളജിസ്റ്റുകൾ പറഞ്ഞെന്താ, ഒരു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. കാരണം നമുക്ക് ആ സമയത്ത് മനുഷ്യരുണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അവർ കൈ പിടിക്കുന്നുണ്ട്, ഷോൾഡറിൽ പിടിച്ച് നിൽക്കുന്ന ഇമേജസ് ഉണ്ട്, ഉമ്മ വെക്കാൻ പോയി നിൽക്കുന്ന പോലത്തെയുള്ള ഇമേജസ് ഉണ്ട്. അപ്പോഴും പറഞ്ഞ വളരെ അധികം ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നതാണ്. പിന്നെ പറഞ്ഞില്ല അവർ ട്വിൻസ് ആയിരുന്നായിരിക്കണം, അപ്പൊ ഇൻസെസ്റ്റ് ആകും. ബട്ട് വെരി ക്യൂരിയസ്ലി വാട്ട് ഡു വി ഓൾസോ സീ, ഈ ഗ്രേവില് തന്നെ പലപ്പോഴും ഇമേജിൽ കാണാൻ പറ്റും, ഒരു മറ്റ് പിരമിഡിൽ ഇതുപോലെ എൻഗ്രേവിംഗ് ഉള്ള സ്ഥലത്ത് ഒരു സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് പോസ്ചർ ചെയ്യുന്നത്. ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്റെ ഇങ്ങനെ ഫോർമലി എനിക്കൊരു കല്യാണം ഉണ്ടായിട്ടില്ല, പക്ഷെ എന്റെ റിസപ്ഷന്റെ സമയത്ത് എന്റെ അമ്മാവന് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നില്ല എന്നുള്ളത്. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളുടെ മക്കളുടെ കല്യാണം വരുമ്പോഴും ഞാൻ വന്ന് ചോദിക്കും, അതും കൂടെ ഓർത്തിട്ട് ചിരിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡ് നിൽക്കണോ റൈറ്റ് സൈഡ് നിൽക്കണം. ഞാൻ മനഃപൂർവ്വം നിന്ന, ഞാൻ റൈറ്റ് സൈഡ്, എനിക്കതറിയാം, ഞാൻ പലവരുടെ കല്യാണത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം റൈറ്റ് സൈഡിൽ നിന്നാണ്. അപ്പൊ മാമൻ പല പ്രാവശ്യം വന്ന് എന്നെ ഇപ്പുറത്ത് നിൽക്കാൻ നോക്കുന്നു. ഞാൻ ഭയങ്കര അനുസരണയായിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കും. മാമൻ പോയി കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കും. കാരണം എനിക്ക് സീൻ ഉണ്ടാക്കാനും ഇഷ്ടമില്ല, അപ്പൊ എനിക്ക് വേണ്ടാന്ന് പറയാനും പറ്റില്ല. കാരണം പോസ്ചറിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. നിങ്ങളൊരു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ഏത് വാതിലിൽ കൂടെ കയറാം, ഏത് വാതിലിൽ കൂടെ ഇറങ്ങാം, എവിടെ ചവിട്ടാം, എവിടെ ചവിട്ടിക്കൂടെ, ഓൾ ഓഫ് ദിസ് ഇസ് വെരി സിഗ്നിഫിക്കന്റ് ഫോർ ഹ്യൂമൻ ബീങ്സ്. ഇതുപോലെ തന്നെയാണ് ഏൻഷ്യന്റ് ഈജിപ്തിലും ആരേത് സൈഡിൽ നിൽക്കണം, ആർക്കാരുടെ പുറത്ത് കൈവെക്കാം, ആർക്ക് ഏത് ഫോർമേഷനിൽ നിൽക്കാം, ഇതൊക്കെ സിഗ്നിഫിക്കന്റ് ആണ്. റിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ റിച്വൽ സിഗ്നിഫിക്കൻസ് ബാക്കി ഗ്രേവുകളിൽ കാണുമ്പോൾ നമ്മൾ അത് ഭാര്യയും ഭർത്താവുമായിട്ടാണ് വായിക്കുന്നത്. പക്ഷെ നിയാം ഖുനുമിന്റെയും ഖുനും ഹൊത്തേപ്പിന്റെയും കാര്യം വരുമ്പോഴത്തേക്ക് അവരെ ബ്രദേഴ്സ് എന്ന് വായിക്കും. അവരുടെ DNA ടെസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ബ്രദേഴ്സ് ആണോ ബ്രദേഴ്സ് അല്ലേ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ബട്ട് വാട്ട് ഡു വി നോ, വി കൻ സേ ഫോർ ഷുവർ ദാറ്റ് there are several സമയമില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള സൈഡുകളിലേക്ക് പോകുന്നില്ല, several evidence
ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ പല 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 സ്ഥലങ്ങളിൽ നിന്ന് സ്വവർഗാനുരാഗികളായിട്ടുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ എവിഡൻസിന് അങ്ങനെ വായിക്കപ്പെടാത്തത്? പലപ്പോഴും ഈ സയന്റിസ്റ്റുകളുടെ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നവരുടെ മെയിൽ ഗെയ്സ് ബയസ് നിലനിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹെറ്ററോനോർമറ്റീവ് ബയസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റാത്തത്. സോ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ ഡോൺ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ആയ കാലം തൊട്ട്, അല്ലെങ്കിൽ നമ്മൾ സിവിലൈസ്ഡ് ആയ കാലം തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് നോൺ ഹെറ്ററോനോമേറ്റീവ് ആയിട്ടുള്ള മനുഷ്യർ നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്നത്. അവരെ സ്റ്റിഫിൾ ചെയ്ത് ഇല്ലാതാക്കിയതിനും എഗെയിൻ ആദ്യം പറഞ്ഞ കൊളോണിയലിസം വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിന് ഡീപ്പായിട്ട് പോകുന്നില്ല. ബട്ട് ഗോയിങ് ബാക്ക് ടു ദാറ്റ് ഗോഡ ലേണേഴ്സ് ആർഗ്യുമെന്റ്, നിയോളത്തിക് കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായി വന്ന പേട്രിയാർക്കി എന്ന് പറഞ്ഞ വലിയ വിപത്താണ് മനുഷ്യൻ ആദ്യം ലോകത്ത് കണ്ടുപിടിച്ച ഒപ്രഷൻ. മനുഷ്യൻ സ്ലേവറി കണ്ടെത്തുന്നതിന് മുമ്പേ, മനുഷ്യൻ റേസിസത്തിന് ബേസ് ചെയ്ത് ബാക്കിയുള്ളവരെ ഒപ്രസ് ചെയ്യുന്നതിന് കണ്ടെത്തുന്നതിന് മുമ്പേ, മനുഷ്യൻ കാസ്റ്റ് ഇൻവെന്റ് ചെയ്യുന്നതിന് മുമ്പേ, മനുഷ്യൻ ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ച എന്താണ് മർദ്ദിതാവസ്ഥ, ഒപ്രഷന്റെ മെക്കാനിസമാണ് ജെൻഡർ. സോ ഈ ലോകത്തിൽ നിന്ന് ഒപ്രഷൻ മാറ്റണമെങ്കിൽ ആ ജെൻഡർ ഒപ്രഷൻ മാറിയാലേ, കാരണം മനുഷ്യന്റെ ആ ബേസിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റണമല്ലോ. ആ ആദ്യത്തെ ഒപ്രഷൻ ഇല്ലാതാക്കിയാൽ മാത്രമേ ബാക്കി എല്ലാ സിസ്റ്റംസ് ഓഫ് ഒപ്രഷനും മാറുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര ക്ലാസ്സിനെതിരെ ഫൈറ്റ് ചെയ്താലും, എത്ര ക്യാപിറ്റലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്താലും, എത്ര ഇമ്പീരിയലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്താലും ഒപ്രഷൻ വിൽ റിമെയിൻ. അത് വേറെ ഏതെങ്കിലുമൊക്കെ ഫോമിൽ, നമ്മളൊരു മീമി കാണുന്നില്ലേ, കലാപമണി ഒരു വീട്ടിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത സൈഡിലോട്ട് കയറി വരുന്നത്, ഇതുപോലെ സംഭവിക്കും. ഒപ്രഷൻ വേറൊരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിക്കും. ഇന്ന് ഫാസിസമായിട്ട് അവതരിക്കുന്നെങ്കിൽ നാളെ നിയോ കൊളോണിയലിസമായിട്ട് അവതരിക്കും, അല്ലെങ്കിൽ മറ്റൊന്നാണ് ടോട്ടാലിറ്റേറിയനിസമായിട്ട് അവതരിക്കും. ഓപ്പറേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫൈറ്റർ അഗെയിൻസ്റ്റ് ഒപ്രഷൻ ആണെങ്കിൽ, നിങ്ങൾ ക്ലാസ്സിനെതിരെയോ റേസിനെതിരെയോ കാസ്റ്റിനെതിരെയോ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കും. ഗുഡ് പീപ്പിളിനോട് പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തുള്ളൂ, ഇത് സെൽഫിഷ് പീപ്പിളിനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, സെൽഫ് പ്രിസർവേഴ്സിനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഇഫ് യു തിങ്ക് യു ആർ എ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, if you think you are a warrior, you are a human rights defender, ജെൻഡർ ഒപ്രഷനെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ, കാരണം അതിന്റെ റൂട്ട് കിടക്കുന്നത് ജെൻഡർ ഒപ്രഷൻ ആണ്, ബാക്കി എല്ലാ ഒപ്രഷനും അതിന്റെ കൂടെ തന്നെ പോകുള്ളൂ. Let me finish with that. Thank you.